നമ്മുടെ മീറ്റിംഗ് തുടങ്ങാം. എല്ലാവർക്കും എഴുന്നേക്കാം. Please be seated. May I call upon Professor Ishimon George to welcome the gathering. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഞാൻ ഈശോ മോഹൻ ജോർജ് 1969 മുതൽ 2002 വരെയുള്ള കാലയളവിൽ CMS കോളേജ് എന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിങ്ങളെപ്പോലെ ഒരു അധ്യാപകനായിരുന്നു. അന്ന് എൻ്റെ കൂടെ സഹ അധ്യാപകരായിരുന്നവരിൽ ഒരാൾ മാത്രമേ ഇന്ന് CMS കോളേജിൽ അധ്യാപകനായി ജോലി നോക്കുന്നു. ഈ അടുത്ത കാലത്തായി എന്നിൽ 2 പരിമിതികൾ കടന്നുകൂടിയിട്ടുണ്ട്. ഒന്ന്, ചെറിയ തോതിൽ മറവികൾ കടന്നുകൂടിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്തെങ്കിലും സംസാരിച്ചു വരുമ്പോൾ മനസ്സിലുദ്ദേശിക്കുന്ന ആശയം പ്രകടിപ്പിക്കുവാനുള്ള വാക്കുകൾ കണ്ടെത്തുവാൻ സാധിക്കാതെ വരുന്നു എന്നുള്ളതാണ്. ആയതിനാൽ ഞാൻ ഈ പ്രസംഗം എഴുതി വായിക്കുകയാണ്. 2, പ്രായമേറി വരുമ്പോൾ എൻ്റെ പല്ലുകളുടെ എണ്ണം കുറഞ്ഞു കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മുൻവശത്തെ പല്ല് പൊഴിഞ്ഞു പോയപ്പോൾ എൻ്റെ സംസാരത്തിലെ വാക്കുകൾക്ക് പകരം ചൂളം വിളിയായി മാറുന്നതായി ഞാൻ മനസ്സിലാക്കുന്നു. വെപ്പ് പല്ല് വെച്ച് ആ ഗ്യാപ്പ് അടയ്ക്കാൻ ശ്രമിച്ചപ്പോൾ ചൂളം വിളി ശബ്ദം നിലച്ചെങ്കിലും വാക്കുകളുടെ പ്രൊനൗൺസിയേഷന് അപാകതകൾ ഉണ്ടാകാറുണ്ട്. പല്ല് വെച്ച് ഉറപ്പിക്കുമ്പോൾ വോക്കൽ ക്യാവിറ്റിയുടെ വലിപ്പം കുറയുന്നതാണ് കാരണം. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹിതരെ, CMS കോളേജിലെ എൻ്റെ പൂർവ്വകാല ആയവരുടെ ഒരു കുടുംബ സംഗമം നടത്തണമെന്നുള്ള ആഗ്രഹം COVID-19
എൻ്റെ ലോക്കൗട്ട് കാലത്ത് എൻ്റെയും എൻ്റെ ഭാര്യയുടെയും ആഗ്രഹമായി ആയിരുന്നു. ഇന്ന് അതിനുള്ള അവസരം സന്ദർഭം സംജാതമായിരിക്കുന്നു. ഈ കുടുംബ സംഗമത്തിന് സാധ്യമാക്കിയവരോട് എനിക്ക് നന്ദി പറയേണ്ടതായിട്ടുണ്ട്. ആദ്യമായി ഇത് സാധ്യമാക്കി തന്ന ദൈവത്തോട് നന്ദി കരയേറ്റുന്നു. രാമവർമ്മ യൂണിയൻ ക്ലബ് അങ്കണത്തിൽ വെച്ച് CMS കോളേജ് റിട്ടയർഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ AGM ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് നടത്തുവാൻ അനുവാദം നൽകിയ പ്രസിഡന്റ് ഡോക്ടർ സൂസൻ ജോണിനോടും അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോടും നന്ദി പറയുകയും അവരെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. എൻ്റെ ഈ ആഗ്രഹം സഫലമാക്കാൻ ഉത്സാഹത്തോടെയും വ്യക്തിപരമായും എല്ലാ സഹായങ്ങളും ചെയ്തു തന്നത് റെജിസാറാണ്. താങ്ക് യു റെജിസാർ. ഇങ്ങനെ ഒരു സംഗമം ഒരുക്കുവാൻ എനിക്ക് പ്രേരകമായത് എൻ്റെ ഭാര്യ ഓമനയുടെ ഉത്സാഹം മൂലമാണ്. പൊതുവെ മടിയനായ എന്നെ ഉത്സാഹിപ്പിച്ച് നിർത്തിയതിന് കാരണം അവർ CMS കോളേജ് ഫാമിലിയുടെ ഒരു ഭാഗമാണെന്ന് സ്വയം വിശ്വസിക്കുന്നതിനാലാകാം. അതുവരെ കല്യാണം കഴിക്കാത്ത വനിതകളെ മാത്രം അധ്യാപകരായി നിയമിച്ചിരുന്ന സെൻറ് മേരീസ് EMLP സ്കൂളിൽ കല്യാണം കഴിച്ച 6 വയസ്സുള്ള കുട്ടിയുടെ മാതാവായ ഓമന സ്കൂൾ മാനേജർ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ചെറിയ പള്ളി സ്കൂളിൻ്റെ മാനേജർ അപ്പോയിൻറ്റ് ചെയ്യുന്നു. പക്ഷെ ആ മാനേജർ മറ്റാരുമായിരുന്നില്ല, എത്തിക്കൽ അച്ഛനായിരുന്നു, നമ്മുടെ മാത്തമാറ്റിക്സ് പ്രൊഫസറായിരുന്നു. അന്നേരം CMS കോളേജാണ് ഓമനയെ അപ്പോയിൻറ്റ് ചെയ്തതെന്നുള്ള വിചാരമാകാം CMS കോളേജിനോട് ഇത്രയേറെ അഫിലിയേഷൻ ഉണ്ടാകാനായിട്ടുള്ള കാരണം. ഓമന എന്ന പേരിന് ഒരു ആകർഷകത്വമൊക്കെ ഉണ്ടെന്ന് സമ്മതിക്കാമെങ്കിലും എൻ്റെ ഓമന എന്ന വിളിയിൽ അല്പം പോലും സ്നേഹപ്രേമ കരുതൽ ധ്വനി ഉണ്ടാകുന്നില്ല എന്ന് ഓമന പരാതിപ്പെട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. അവർ അന്ന് പറഞ്ഞു, എന്നെ പരിചയപ്പെടുന്ന എല്ലാവരുടെയും ഓമന എന്ന വിളിയിൽ ഒരു സ്വന്തം ഫാമിലി മെമ്പറിൻ്റെ സ്നേഹധ്വനിയുണ്ട്. നിങ്ങളുടെ വിളി മഹാ അരോചകമാണ്. പക്ഷേ ഇന്ന് ആ അവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടുണ്ടെന്ന് അവർ സമ്മതിക്കുന്നുണ്ട്. നിങ്ങളെയെല്ലാം ഈ സംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നതിന് മുമ്പായി ചില ദുഃഖ സന്ദർഭങ്ങൾ നമുക്കുണ്ടായത് ഓർത്തുകൊള്ളട്ടെ. ഗുരുക്കന്മാരായ നമുക്ക് ഗുരുസ്ഥാനം പൂർണ്ണമാക്കപ്പെടുന്നത് നാം സന്തോഷത്തോടെ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ്. അതിനുള്ള അവസരം അനുവദിക്കപ്പെടാതെ നമ്മെ ദുഃഖത്തിലാഴ്ത്തി കടന്നുപോയ അധ്യാപകരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമുക്ക് തല നമിക്കാം. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രദീപ് സാർ, ബോട്ടണി ഡിപ്പാർട്ട്മെൻറ്റിലെ ഫിൽസി ടി ബേബി സാർ, ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ മോഹൻ കുര്യൻ സാർ, കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രേംചന്ദ് സാറും ലത ടീച്ചറും, മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ശാന്തകുമാരി ടീച്ചറിനെയും അനുസ്മരിക്കേണ്ടത് എൻ്റെ കടമയാണെന്ന് കരുതുന്നു. ആൻ തോമസ് ടീച്ചറാണോ സാറാ മാത്യു ടീച്ചറാണോ ഒരിക്കൽ പോസ്റ്റ് ചെയ്ത ഒരു മെസ്സേജ് ഞാൻ കാണുവാനിടയായി. ഒരു വ്യക്തി സ്വയമായി, അതായത് തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുവാൻ ആരംഭിക്കുന്നത് 70 മുതൽ 80 വയസ്സ് വരെയുള്ള കാലയളവിലാണ്. 60 വയസ്സ് മുതൽ 70 വയസ്സുള്ള കാലങ്ങളിൽ റിട്ടയർ ചെയ്തതിന് ശേഷം 60 വയസ്സ് മുതൽ 70 നമ്മുടെ കടപ്പാടുകളും കടമകളും കർത്തവ്യങ്ങളും ഒക്കെ ബാക്കി കിടക്കുന്നുണ്ട്. 70 വയസ്സാകുമ്പോൾ ഓൾമോസ്റ്റ് ഫ്രീ ആവും നമ്മൾ. അന്നേരം നമ്മൾ സ്വയം തന്നെത്താൻ ജീവിക്കണം. 80 മുതൽ 90 വയസ്സ് വരെയുള്ള കാലയളവിൽ നമ്മൾ ബാല്യത്തിലേക്ക് കിടക്കുകയാണ്. അങ്ങനെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും. അത് ചെയ്യരുത്, ഇത് ചെയ്യരുതെന്നുള്ള മക്കളുടെ ഇതൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. 90 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ശിശുവായിട്ട് മാറും. മറ്റുള്ളവർ ഫീഡ് ചെയ്യുകയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കഴിയാനായിട്ട് സാധിക്കത്തുള്ളൂ. 70 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള കാലയളവിലാണ് നാം സ്വയം തന്നെത്താൻ ജീവിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ഒന്ന്, നമ്മുടെ ഈഗോ ചവിട്ടി പുറത്താക്കണം. 2, ശത്രുക്കൾ ഇല്ലാതാകണം. എന്തും ക്ഷമിക്കാനുള്ള കഴിവ് സമ്പാദിക്കണം. 4, ധനനഷ്ടത്തിൽ ദുഃഖിക്കാൻ പാടില്ല.
വില പേശാനോ ബാർഗെയിൻ ചെയ്യാനോ പോകരുത്. ദാനധർമ്മങ്ങളിൽ കണക്കൂട്ടുകൾ നടത്താതെ മനസ്സിൽ തോന്നുന്നത് പോലെയൊക്കെ ചെയ്യണം. റിട്ടയർ ചെയ്ത് 70 വയസ്സ് തികയുന്നതിന് മുമ്പ് മരണപ്പെട്ടു പോയ CMS കോളേജിലെ എൻ്റെ അധ്യാപക സുഹൃത്തുക്കളെ ഓർമ്മിക്കാതെ ഈ പ്രസംഗം അവസാനിപ്പിക്കുവാൻ എനിക്ക് സാധിക്കുകയില്ല. മോളിക്കുട്ടി ടീച്ചർ, ഏലിയ സാർ, ശശിധരൻ സാർ, റൂസ്വെൽറ്റ് സാർ, ജോസഫ് തോമസ് സാർ, ബോബിൻ ടി തരിയൻ സാർ, ജോണി എബ്രാം സാർ, രാജു കൊള്ള സാർ, PV തോമസ് സാർ, VM ജോർജ് സാർ, സാമുവൽ ഊട്ടി സാർ, AS വർഗീസ് സാർ, മോഹൻ ചെറിയാൻ സാർ എന്നിവരാണെന്നാണ് എൻ്റെ ഓർമ്മ. അവർ നമുക്കെല്ലാവർക്കും നല്ല ഓർമ്മകളും സഹായങ്ങളും സ്നേഹവും പങ്കുവെച്ചവരാകുന്നു. അവരുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമുക്ക് ശിരസ് നമിക്കാം. നമ്മുടെ എല്ലാവരുടെയും ഇലക്ട്രോണിക്സും ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും സമ്പാദനത്തിനും അവയുടെ കേടുപാടുകളുടെ നിർമ്മാർജ്ജനത്തിനും സഹായിയായിരുന്ന VL ആൻ്റണി സാറിൻ്റെ ഓർമ്മയ്ക്ക് ഓർക്കാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ CMS കോളേജിൽ അധ്യാപകനായി കടന്നു വരുമ്പോൾ ആദ്യം പരിചയപ്പെട്ട വ്യക്തി PS ചാണ്ടി സാറായിരുന്നു. അദ്ദേഹത്തെ നേരിട്ട് കണ്ട് മുൻപരിചയം ഉണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ അദ്ദേഹത്തെ പറ്റി മുന്നവേ കേട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വല്യപ്പച്ചനും എൻ്റെ വല്യപ്പച്ചനും കോട്ടുകുളഞ്ഞി പ്രൈമറി സ്കൂളിലെ ഹെഡ് മാസ്റ്റർമാരായിരുന്നു. ഒരാൾ ആൺപള്ളിക്കൂടത്തിലും മറ്റേയാൾ പെൺപള്ളിക്കൂടത്തിലും. പരിചയപ്പെട്ട അന്ന് തന്നെ അദ്ദേഹം എൻ്റെ ലോക്കൽ ഗാർഡിയനായി മാറി. അദ്ദേഹം സ്വയം അവരോധിച്ചു. അദ്ദേഹം നിര്യാതനാകുന്ന ദിവസം വരെയും അദ്ദേഹം എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താവും കൂട്ടുകാരനുമായിരുന്നു. എനിക്ക് മാത്രമല്ല, അദ്ദേഹത്തെ അറിയാവുന്ന എല്ലാവർക്കും ഹാസ്യത്തിൽ പൊതിഞ്ഞ് സംസാരം നടത്തുന്ന പ്രിയങ്കരനായിരുന്നു എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. എന്നെ പഠിപ്പിച്ചിട്ടില്ല എങ്കിലും എല്ലാ കാലത്തും എൻ്റെ ഗുരുസ്ഥാനത്ത് ഞാൻ കണക്കാക്കി ബഹുമാനിച്ചിരുന്ന PT ജോൺ സാറിനെ ഞാൻ പ്രത്യേകമായി സ്മരിക്കുന്നു. കോട്ടയത്ത് സ്ഥിരതാമസമാക്കിയ പെഗ്ഗി ടീച്ചർ എനിക്കും അവനിക്കൊരു മൂത്ത സഹോദരിയായിരുന്നു. അമേരിക്കയിൽ തിരിച്ചുപോയി പെട്ടെന്ന് നമ്മെ വിട്ടുപോയതിൽ ഞങ്ങൾ അഗാധമായി ഖേദിക്കുന്നു. ഇന്ന് നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. അത് മറ്റാരുമല്ല, ജക്കോ എന്ന് വിളിക്കുന്ന ജേക്കബ് ഈപ്പൻ കുന്നത്താണ്. അദ്ദേഹം വരുമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ CMS കോളേജിൽ നിന്ന് വിരമിക്കുന്നതിന് മുമ്പായി മറ്റ് അധ്യാപകനായി എൻ്റെ കോളേജ് അദ്ദേഹമായിരുന്നു അദ്ദേഹം. മറ്റ് അധ്യാപകർ ആരും തന്നെ ഇപ്പോൾ CMS കോളേജിൽ എൻ്റെ കൊലീഗായി വന്നവരില്ല. ജക്കോയെയും ഭാര്യയെയും ഈ കുടുംബസംഗമത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ കുടുംബസംഗമത്തിലേക്ക് ക്ഷണിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു സിനി റേച്ചൽ മാത്യു. അകാലത്തിൽ പൊളിഞ്ഞുപോയ ആ സ്നേഹസമ്പന്നയെ നമുക്ക് സ്മരിക്കാം. സിനിയുടെ ഭർത്താവ് അനു വരാമെന്ന് ഏറ്റിട്ടുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് അദ്ദേഹം എത്തിയോന്ന് എനിക്കറിയത്തില്ല. അദ്ദേഹമായ സ്വാഗതം. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാ അംഗങ്ങളെയും എൻ്റെ സ്വന്തം പേരിലും ഈ സംഘടനയുടെ പേരിലും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഈ കൂടിവരവ് അന്യോന്യം പരിചയപ്പെടുവാനും സ്നേഹം പങ്കിടുവാനും ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് സ്വാതന്ത്ര്യദിനമാണല്ലോ. എല്ലാ സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു. ജയ് ഹിന്ദ്. വിപുലമായ ഒരു വെൽക്കം സ്പീച്ച് ആയിരുന്നല്ലോ. ഒത്തിരി കാര്യങ്ങളും സാർ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഇതൊരു ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് ആയ സ്ഥിതിക്ക് അതിന് അതിൻ്റെതായ ഒരു ഡെക്കോറമുണ്ടല്ലോ, അതനുസരിച്ച് മുമ്പോട്ട് പോകും. I have written my speech in English, so I will continue in English. A hearty welcome to one and all to our 14th annual General Body meeting. It is heartening to note that all the dear friends, many of them with their spouses, who are gathered here. Even though many of them have primarily responded to Isha Mohan Sir's invitation, it must be acknowledged that our long association with CMS College is the one factor that has promoted this level of friendship. I am especially happy to see the spouses of those of our brothers who had been with us in CMS College but have now departed to eternal bliss. A special welcome to Lulu Kochma and Alice Andy, wife of Raju Kodla sir, and Lulu Kochma, wife of Dr. P.M. Matthew.
of our motherland, we have a brief Independence Day message delivered by the first president of the fellowship, Professor P.C. John. This will be followed by our segment on our achievers. Today, we honor Professor C. Mamachan and Dr. Alice K. Thomas for their yeoman service in rehabilitating and reforming alcoholics. Professor K.C. George, the General Secretary of the Retired College Teachers Association, since several years has been alert in improving the service conditions of retired teachers. He is another person that we need to honor. Our third segment is honoring our octogenarians, those who have passed the 80 mark and have not been honored yet. There is also a segment on reminiscences. As time is a casualty, this time we have only Professor Abraham P. Samuel. If there is time, we could have others too. The final segment is a very important one in the context of this day, namely felicitating Isha Mohan Sir and his wife Omena for 50 years of marital bliss, which they have been able to achieve by God's grace. May they continue to enjoy many more years of happy togetherness. As this is the annual general body meeting, we shall have a quick run through of our report and accounts. If there is, you have already been given the hard copy of the report and the accounts. If we do not have time, let us just pass it over. These are the main events that are slated for today. We need to wind up by 12:45 p.m. So please limit. Please keep to within the time limit. Before I wind up, let me remind you of our project of bringing out 20 books under the title 200 Years of Modern Education as our contribution to the bicentenary celebrations of the college. ഇത് തുടങ്ങി വെച്ചത് 2016 2016 തുടങ്ങി 2018 TK's ജോക്സ് പുറത്തിറങ്ങി. അത് കഴിഞ്ഞ് കോവിഡ് കാലമായിരുന്നു. ആ കാലത്ത് നമ്മൾ 2 പുസ്തകങ്ങൾ ഇറക്കി. One is Professor P.C. Joseph, the architect of post-independent CMS College, and the other was John O'Hin, the hermit librarian of CMS College. ഇത് 2 ഫോട്ടോ കോപ്പികളായിരുന്നു. വളരെ കുറച്ച് കോപ്പീസേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അത് പ്രിന്റ് ചെയ്യാം. പിന്നെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് CMS മെമ്മറീസ് എന്ന് പറഞ്ഞ് മുൻ അധ്യാപകരുടെയും മുൻ വിദ്യാർത്ഥികളുടെയും ഓർമ്മക്കുറിപ്പുകൾ. അതിൽ പല വോള്യൂംസ് ആയിട്ടാണ് വരേണ്ടത്. ഫസ്റ്റ് വോള്യൂം ഹാസ് ബീൻ ഗിവൻ ടു ദി പ്രസ് ആൻഡ് ഇറ്റ് ഈസ് ബീയിങ് പ്രിന്റഡ് നൗ. 2 ആഴ്ചക്കകം അത് പുറത്തിറങ്ങുമെന്നാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് let me wind up my words now. A hearty welcome to one and all. People are pouring in now by and by. It is good to see many dear faces. മുരളി സാറിനെ പ്രത്യേകം വെൽക്കം ചെയ്യട്ടെ. കുറേ നാളുകൾ കഴിഞ്ഞിട്ടാണ് മുരളി സാറ് വന്നിരിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും സന്തോഷം പ്രകടിപ്പിക്കും. നമ്മുടെ 2 പ്രിൻസിപ്പൽമാർ വരുന്നുണ്ട്. ഒരു പ്രിൻസിപ്പലേ ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നുള്ളൂ. 2 പ്രിൻസിപ്പൽമാരെ നമ്മുടെ കോറിൽ ഐസക് സാറും റോയ് സാം ഡാനിയൽ നമ്മുടെ കൂട്ടത്തിലും ചെറുപ്പക്കാരൻ പ്രിൻസിപ്പൽ വന്നിട്ടുണ്ട്. മുമ്പോട്ട് വന്നിരിക്കാം സാറുമാര്. ഇനി നമ്മൾക്ക് ഇന്നത്തെ അടുത്ത സെഗ്മെന്റിലേക്ക് പോകാം. ഇൻഡിപെൻഡൻസ് ഡേ മെസ്സേജ് ബൈ പ്രൊഫസർ പി സി ജോൺ. ടീച്ചേഴ്സ് ഫെലോഷിപ്പിന്റെ അധ്യക്ഷയും ഇന്നത്തെ യോഗാധ്യക്ഷയുമായ ഡോക്ടർ സൂസൻ വർഗീസ്, CMS കോളേജിലെ ഈ ഫെലോഷിപ്പിൻ്റെ അംഗങ്ങളെ, ജീവിത പങ്കാളികളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ വർഷവും നമ്മൾ ഓഗസ്റ്റ് 15-ാം തീയതി കൂടുന്ന യോഗത്തിൽ ഒരു സ്വാതന്ത്ര്യ ദിന സന്ദേശം എന്നൊരു ഇനം കൂടിയുണ്ട്. അത് മിക്കവാറും പ്രഗത്ഭരായ അധ്യാപകരാണ് നിർവഹിക്കുന്നത്. അവരുടെ ഒരു നീണ്ട നിര കഴിഞ്ഞു പോയി. അതുകൊണ്ട് അത്ര പ്രഗത്ഭനൊന്നും അല്ലാത്ത എന്നെ ആ ചുമതല ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ സമിതിയുടെ
നിർവാഹക സമിതി കൂടിയപ്പോൾ പലരുടെയും പേരുകൾ പറഞ്ഞു. പക്ഷേ അവരാരും തക്ക സമയത്ത് കിട്ടാഞ്ഞതുകൊണ്ട് കൂടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ആദ്യമായിട്ട് എല്ലാവർക്കും എൻ്റെ കൂടി വകയായുള്ള സ്വാതന്ത്ര്യദിന ആശംസകൾ അറിയിക്കട്ടെ. നമുക്ക് ഇത്രയും അംഗങ്ങൾ വന്നു ചേരാനുള്ളൊരു കാരണം ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ ഈശോ മോഹൻ സാർ അദ്ദേഹത്തിൻ്റെ സ്വന്തം വീട്ടുകാര്യം എന്ന നിലയിൽ എല്ലാവരെയും വിളിച്ച് ക്ഷണിക്കുകയും മാത്രമല്ല അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ക്രമീകരിച്ചു തന്നതുമാണ്. ഞാൻ സാറിൻ്റെ വിവാഹ ജീവിതത്തിൻ്റെ 50-ാം വാർഷികത്തിൽ എല്ലാവിധമായ മംഗളങ്ങളും നേരുന്നു. അതോടൊപ്പം ഞങ്ങൾക്ക് കുടുംബമായിട്ട് സാറുമായുള്ള ചില അനുഭവങ്ങൾ കൂടി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്, ഈശോ മോഹൻ സാർ ഓമനയെ വിവാഹം ചെയ്യുന്ന സമയം ഞാനും ഈശോ മോഹൻ സാറും ഒരുമിച്ച് YMCA ഹോസ്റ്റലിൽ താമസിക്കുകയായിരുന്നു. അന്ന് തൻ്റെ പ്രതിശ്രുത വധുവിനെ പറ്റിയുള്ള വിവരണങ്ങൾ ഞങ്ങളോട് പറയുകയും അതിലേറെ സന്തോഷിക്കുകയും ചെയ്ത ദിനങ്ങൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ പച്ചയായി അവശേഷിക്കുന്നു. അക്കാലത്ത് ഓമനയ്ക്ക് ഒരു ഗിറ്റാർ ഉണ്ടെന്നാണ് ഞാൻ ഓർക്കുന്നത്. പക്ഷേ പിന്നീട് ഒരിക്കലും ആ ഗിറ്റാർ ഞാൻ ഓമനയുടെ പാട്ടുകൾക്ക് അകമ്പടിയായി കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. ഇനിയുള്ളത് അതിലും രസകരമാണ്. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം നമുക്കറിയാമല്ലോ, വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ വധൂവരന്മാരെ ബന്ധുക്കളും സ്നേഹിതരുമൊക്കെ വീട്ടിൽ ക്ഷണിച്ച് സൽക്കരിക്കാറുണ്ട്. അതിൽ ഞങ്ങളെ സൽക്കരിച്ച ഒരു കുടുംബമാണ് ഈശോ മോഹൻ സാറിൻ്റെയും ഓമനയുടെയും. അതും നമ്മുടെ മനസ്സിൽ നിന്നും മായാതെ അവശേഷിക്കുന്ന ഓർമ്മയാണ്. ഇനിയുള്ളത്, ഈശോ മോഹൻ സാറും ഓമനയും താമസിച്ചിരുന്ന വീട്, അത് വണ്ടി കയറി അത് ഇടിഞ്ഞു പോയ ഒരു സംഭവം നിങ്ങൾക്കറിയാമായിരിക്കാം. അറുത്തൂട്ടി കവലയ്ക്കടുത്തുള്ള വീട്. അങ്ങനെ അവർ ആ വീട് ഉപേക്ഷിച്ചു പോയി. അങ്ങനെ അവിടെ വീട് ഉപേക്ഷിച്ച് കുന്നുംപുറത്തുള്ള വീട്ടിൽ താമസമാക്കി കഴിഞ്ഞ് ഈ വീട് ശരിയാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അവിടെയാണ് താമസിച്ചത്. ഈ ഈശോ മോഹൻ സാറും ഓമനയും താമസിച്ച അപകടത്തിൽപ്പെട്ട വീട് നന്നാക്കിയതിന് ശേഷം അവിടെ ആദ്യം താമസിച്ചത് ഞങ്ങളാണ്. പക്ഷെ ഇപ്പോൾ ആ വീടില്ല, അവിടെ പൊളിച്ച് മറ്റെന്തൊക്കെയോ സ്ട്രക്ചേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെ യാദൃച്ഛികമായിട്ടോ അല്ലാതെയോ ഞങ്ങൾ ഇരു കുടുംബങ്ങളും തമ്മിൽ ഏറെ ബന്ധപ്പെട്ട് മാത്രമല്ല, ഇപ്പോൾ ഞങ്ങൾ രണ്ട് കുടുംബങ്ങൾ ഒരേ ദേവാലയത്തിലെ അംഗങ്ങളാണെന്നതിനാൽ എല്ലാ ആഴ്ചയും പലതരത്തിൽ കാണാനായിട്ടും ഇടപെടാനായിട്ടും ഒക്കെ ഉള്ളൊരു അവസരം ലഭിക്കുന്നുണ്ട്. ഇനിയും ഈ സ്വാതന്ത്ര്യദിന സന്ദേശം എന്നൊക്കെ പറഞ്ഞാൽ അതൊരു പതിവ് ചടങ്ങാണ്. മാത്രമല്ല, ഇവിടുത്തെ മറ്റും ഒക്കെ കണ്ടാൽ നമുക്കെല്ലാവർക്കും, നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്, ഒരു സന്ദേശമൊന്നും കേൾക്കാനായിട്ടുള്ള ഒരു മാനസിക അവസ്ഥയിലല്ലാത്തത് കാരണം ഞാൻ ഏറെയൊന്നും അതേപ്പറ്റി പറയുന്നില്ല. പക്ഷേ എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് താല്പര്യപ്പെടും. ഒന്ന്, നമ്മുടെ ഈ ഫെലോഷിപ്പിൻ്റെ 2 മീറ്റിംഗാണ് ഒരു വർഷമുള്ളത്. ഒന്ന് ജനുവരി മാസത്തിലും മറ്റേത് ഓഗസ്റ്റ് മാസത്തിലും. ജനുവരി മാസത്തിൽ ജനുവരി 26-ാം തീയതി അല്ലെങ്കിലും അതിനോട് അടുത്ത ദിവസമാണ്. കാരണം ജനുവരി 26 എന്ന് പറയുന്നത് ഈ CMS കോളേജിലെ ഓൾഡ് സ്റ്റുഡൻസ് ഡേ ആണ്. എന്നാൽ ഓഗസ്റ്റ് 15-ന് പ്രത്യേകിച്ചൊന്നുമില്ല, അത് സ്ഥിരമായിട്ട് അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇന്ത്യൻ റിപ്പബ്ലിക് ദിനവും ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനവുമായി എന്തോ ഒരു ആത്മബന്ധമുള്ളതായിട്ട് ഞാൻ കരുതുകയാണ്. അത്തരം ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ ഈ 78ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും. ലോകമെമ്പാടുമുള്ള സംഭവ വികാസങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ആശയം ഇന്ന് വളരെ വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറിയിരിക്കുകയാണ്. നമുക്ക് തൊട്ട് അടുത്തുള്ള ബംഗ്ലാദേശിൽ അവിടെ ഇപ്പോഴൊരു വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതിസന്ധി മാത്രമല്ല, വാട്സാപ്പ് യൂട്യൂബ് ന്യൂസുകളൊക്കെ കേട്ടാൽ അവിടെ ന്യൂനപക്ഷങ്ങളെ എന്തൊക്കെയോ ഉപദ്രവിക്കുന്നുണ്ട്. ആകെപ്പാടെ ഒരു കൺഫ്യൂഷനുണ്ട്. ഇതൊരു വളരെ ഗൗരവതരമായ കാര്യമാണ്. സ്വാതന്ത്ര്യം നമുക്ക് വേണ്ടതുവണ്ണം മനസ്സിലാക്കാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യം ലോകത്ത്, പ്രത്യേകിച്ച് 3ാം ലോക രാജ്യങ്ങളിൽ നിലനിൽക്കുമ്പോൾ സ്വാതന്ത്ര്യം എന്താണ്, സ്വാതന്ത്ര്യം എങ്ങനെ പരിരക്ഷിക്കണം എന്നതിനെ പറ്റിയൊക്കെ ഉള്ള ബോധ്യം
നമുക്ക് അധ്യാപകർക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഈ കഴിഞ്ഞ നമ്മുടെ പാർലമെൻ്ററി ഇലക്ഷന് ശേഷം നിങ്ങൾ യൂട്യൂബ് സന്ദേശങ്ങൾ കേൾക്കുകയാണെങ്കിൽ അതിൽ യോഗേന്ദ്ര യാദവ് എന്ന ഒരു മഹത് വ്യക്തിയുടെ പ്രസംഗം, അദ്ദേഹം പറയുന്നത് ഒരുപക്ഷെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ഒരു പുതിയ റിപ്പബ്ലിക് ആകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായ ഒരു സന്ദർഭമായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്, അല്ലെങ്കിൽ ഒരു പുതിയ ഭരണഘടന നിലവിൽ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ സംഭവിച്ചില്ല. എങ്കിലും ഇന്ത്യയിലെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇന്ത്യയിലെ റിപ്പബ്ലിക് ഒരു നോ മാൻസ് ലാൻഡിലാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. നോ മാൻസ് ലാൻഡ് എന്ന് പറഞ്ഞാൽ അവിടെയും ഇല്ല ഇവിടെയും ഇല്ല എന്നൊരവസ്ഥയിലായിരിക്കുമ്പോൾ ഈ റിപ്പബ്ലിക്കിനെയും സ്വാതന്ത്ര്യത്തെയും പരിരക്ഷിക്കുക എന്ന് പറയുന്നത് ഇന്ത്യയിലെ പൗരന്മാരായ നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം കൂടിയാണെന്ന് ഓർക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇക്കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. തീർച്ചയായിട്ടും റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നതും ആചരിക്കുന്നതും അതിലെല്ലാം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഈ CMS കോളേജിലെ അധ്യാപകർ എന്ന നിലയിൽ ഈ കാര്യത്തിൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്ന് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. CMS കോളേജിൽ 30 അതിലധികവും വർഷം പ്രവർത്തിച്ച നമുക്ക് മറ്റേതൊരു കോളേജിലും ലഭിക്കാത്ത തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യ അന്തരീക്ഷം ലഭിച്ചിരിക്കണം എന്നാണ് ഞാൻ കരുതുന്നത്. ഇനിയുള്ള തലമുറയിൽ അത് കിട്ടുമോ എന്നും സംശയമാണ്. ഓരോ കാലഘട്ടവും അതിനനുസരിച്ചാണല്ലോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. CMS കോളേജിലെ നമ്മുടെ പ്രവർത്തന കാലഘട്ടത്തിൽ ഏതെല്ലാം തരത്തിലാണ് നമുക്ക് കോളേജ് മാനേജ്മെൻറ്റ് സ്വാതന്ത്ര്യം അനുവദിച്ചു തന്നത് എന്നത് നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളിലുണ്ട്. ഈ സ്വാതന്ത്ര്യ അനുഭവത്തോട് നമ്മൾ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇവിടെ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഓർമ്മകളിൽ നിലനിൽക്കുന്ന ഈ സ്വാതന്ത്ര്യ അനുഭവങ്ങൾ പകർത്തി കടലാസിലാക്കി സാധിക്കുമെങ്കിൽ അച്ചടിക്കുകയാണ് നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും മഹത്തായ കാര്യം. CMS മെമ്മറീസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥ പരമ്പര തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും താമസിയാതെ അതിൻ്റെ 1ാം വോള്യം പുറത്തിറങ്ങുമെന്നും കേൾക്കുന്നത് ഏറ്റവും സ്വാഗതാർഹമായ കാര്യമാണ്. ഞാനതിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, അതിലെ ഒരു ലേഖനം വായിക്കാൻ ഇടയായപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മളും ചെയ്തിട്ടുണ്ടല്ലോ എന്നുള്ള കാര്യം. അതുകൊണ്ട് എല്ലാവരും ഇതിൽ പങ്കാളികളാകണം, നമ്മുടെ അനുഭവങ്ങളെ പങ്കുവെക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ അഭ്യർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പിസിയോൺ സാറിൻ്റെ പ്രസംഗത്തിന് അനുബന്ധമായിട്ട് ഒരു ദേശഭക്തി ഗാനത്തിൻ്റെ 4 വരികൾ നമ്മൾക്കെല്ലാവർക്കും ചേർന്ന് പാടാമെന്ന് വിചാരിക്കുന്നു. 1964 റിലീസായ ആദ്യ കിരണങ്ങൾ എന്ന സിനിമയിലെ എല്ലാവർക്കും അറിയാവുന്ന ഭാരതം എന്നാൽ എന്ന ഗാനത്തിൻ്റെ 4 വരികൾ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല, ജനകോടികൾ നമ്മെ നാമായി മാറ്റിയ ജന്മാഗ്രഹമല്ലോ. ഭാരതമെന്നാൽ പാരിൻ നടുവിൽ കേവലമൊരു പിടി മണ്ണല്ല. ഒരു ഇംഗ്ലീഷ് പാട്ട് ഞങ്ങൾ പാടാൻ ശ്രമിക്കുന്നു. കുറവുകൾ നിങ്ങൾ ക്ഷമിക്കുക. Have thine own way, Lord, have thine own way. Thou art the potter, I am the clay. Mold me and make me after thy will. While I am waiting, yielded and still, have thine own way, Lord, have thine own way. Search me and try me, Master.
snow, Lord, wash me just now, as in thy presence humbly I bow. Thank you. ഞാൻ പറഞ്ഞ ആ ഓർഡറിലല്ല നമ്മുടെ സെഗ്മെന്റ്സ് പോകുന്നത്. കാരണം അച്ചീവേഴ്സ് ഒന്നും ഇപ്പം എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നമ്മുടെ എബ്രഹാം പി സാമുവൽ സാറിൻ്റെ റെമിനിസെൻസസ് കേൾക്കാം. കഴിഞ്ഞ പ്രാവശ്യം 3 ആനിക്ഡോട്ട്സ് ആണ് ഞാൻ പറഞ്ഞത്. ഈ പ്രാവശ്യം ഉടനെ പറഞ്ഞു, പക്ഷെ കൂടുതൽ സമയം എടുക്കുമായിരുന്നു. 1964 വർഷങ്ങളാണ് ഞാൻ CMS കോളേജിലെ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ക്ലാസ്സിൽ കയറുന്നത്. TS എലിയട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു തമാശ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് വളരെ പ്രസിദ്ധമാണ്. അതിലൊരു കഥാപാത്രം കുരുവിള ജെയിംസ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മറ്റ് 3 ആനിക്ഡോട്ട്സാണ് പറഞ്ഞത്. അതിൽ മറ്റ് കഥാപാത്രങ്ങൾ വരെ. ഈ പ്രാവശ്യം എൻ്റെ ക്ലാസ്സിലുണ്ടായിരുന്ന 1961-64 ബാച്ചിലുണ്ടായിരുന്ന മാണി സി തോമസുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാവും പറയുന്നത്. മാണി സി തോമസ് കോട്ടയത്തെ പിന്നീട് പ്രമുഖനായ ഒരു പൊതുപ്രവർത്തകനായിരുന്നു. അദ്ദേഹം ചെറിയ പള്ളി ദേവാലയത്തിൻ്റെ ട്രസ്റ്റിയായിട്ട് അനേക വർഷങ്ങൾ സേവനമനുഷ്ഠിച്ചു. കോട്ടയത്ത് ഒരു പ്രിന്റിംഗ് പ്രസ് അദ്ദേഹം നടത്തിയിരുന്നു. കോട്ടയത്തെ അറിയപ്പെടുന്ന ഒരാളെ കോളേജിൽ അദ്ദേഹത്തെ കാളമാണി എന്ന് വിളിച്ചിരുന്നു. ആജാനു ബാഹു. ചില വർഷങ്ങളിൽ കോളേജ് ചാമ്പ്യനാകാൻ കാരണം ഞാൻ കോളേജിൽ വരുന്ന വർഷമൊക്കെ കണിയാങ്കുളത്തെ പോത്തൻ എന്ന് പറയുന്ന ആളാണ് കോളേജ് ചാമ്പ്യൻ. കാരണം 3 ത്രോ ഐറ്റംസ്, ഷോട്ട് പുട്ട്, ജാവലിൻ ത്രോ, ഹാമർ ത്രോ, 3 പോത്തൻ്റെ പുസ്തകമാണ്. പക്ഷെ പോത്തൻ പോയതിനു ശേഷം കോളേജ് ചാമ്പ്യൻ കാളമാണി അല്ലെങ്കിൽ മാണി സി തോമസ്. അദ്ദേഹം ഈ ത്രോ ഐറ്റംസ്, ഷോട്ട് പുട്ട്, ജാവലിൻ ത്രോ, ഹാമർ ത്രോ. കാളമാണി എന്ന് വിളിക്കുന്നതിന് കാരണം അന്ന് അമ്പലക്കാളകളുണ്ട്. തിരുനക്കര അമ്പലത്തിന് ഒരു കാളകളുണ്ട്. ഈ കാളകളുമായിട്ടുള്ള സാദൃശ്യവും വലിയ സൈസ്, നീളം, വണ്ണം, ആചാരം മാറും. അതേക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു നർമ്മകഥയുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഒരു 6 അടി കൂടുതൽ നീളമുള്ള ഒരാളാണ് പിതാവ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അമ്മ ഈ പിതാവിൻ്റെ ഒരു പകുതി നീളത്തിലേ വരുന്നത്, സുന്ദരി. ഇവർ വിവാഹം കഴിച്ചതിന് ശേഷം 16 വർഷം കുഞ്ഞുങ്ങളില്ല. ഇവർ ഇത്രയും വലിയ സൈസ് ആകാനുള്ള കാരണം മാണി പറയുന്നത് 16 വർഷത്തെ കുഞ്ഞുങ്ങളില്ല. അന്നത്തെ കാലത്ത് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കും ഫെർട്ടിലിറ്റി ക്ലിനിക്കും ഒന്നുമില്ല. ശ്രമിക്കുക എന്നുള്ളത്. ഇവർ 16 വർഷം ശ്രമം തുടർന്നു. ഒരു കുഞ്ഞുണ്ടായി. അത് ഇദ്ദേഹത്തിൻ്റെ സഹോദരൻ. ഇദ്ദേഹത്തെക്കാൾ ഹ്യൂജ് സൈസ്. അത് കഴിഞ്ഞ് പിന്നെ 6 വർഷത്തേക്ക് വീണ്ടും കുട്ടികളില്ല. 6 വർഷത്തിന് ശേഷം ഉണ്ടായതാണ് മാണി. ഞങ്ങൾ ഇങ്ങനെ ആയിരിക്കുന്നതിന് കാരണം നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാകുമല്ലോ എന്നാണ് മാണി പറയുന്നത്. ഇനിയും കോളേജിലെ അദ്ദേഹത്തെക്കുറിച്ച് ഓർക്കുന്ന സംഭവത്തിലേക്ക് വരാം. അദ്ദേഹം ഹിന്ദിയാണ് സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ട് എടുത്തത്. ഞാൻ മലയാളം. അന്നത്തെ ഹിന്ദി ക്ലാസ്സുകൾ റൂം നമ്പർ 17 മലയാളം ക്ലാസ്സുകൾ റൂം നമ്പർ 9 ശിവശങ്കരപ്പിള്ള സാറൊക്കെ എൻ്റെ മലയാളം ക്ലാസ്സിലെ അന്നത്തെ സഹപാഠി. ഇത് രണ്ടും പാരലൽ റൂംസ്. 17, 9 നമ്മുടെ മീറ്റിങ്ങിലൊക്കെ സാറ് നടക്കും. 9 ഞങ്ങളുടെ ക്ലാസ് അന്ന് MK ചെറിയാൻ സാറാണ്. അദ്ദേഹം പിന്നീട് ബിഷപ്പ്മൂർ കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്തു. ചന്ദ്രൻ ലെത്തനിൽ നിന്നൊരു പുസ്തകം അദ്ദേഹം പഠിപ്പിക്കുന്നു.
അക്ഷരീയമായിട്ട് അദ്ദേഹം ചന്ദ്രനില്ല, അതുപോലുള്ള ക്ലാസ്. ലിറ്ററലായിട്ട് അദ്ദേഹം ചന്ദ്രനില്ല, അതുപോലെ ക്ലാസ്, അതുപോലുള്ള സംഭവം ക്ലാസ് നടക്കുന്നത്. ഈ 17-ലെ ശ്രീസർജി, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക പേര് മുഴുവൻ പേര് എനിക്ക് ഓർമ്മയില്ല, ശ്രീസർജി സാറാണ് പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തെ കുട്ടികൾ ശുദ്ധനെന്നും വിളിക്കും, സിദ്ധനെന്നും വിളിക്കും എന്നാണ് എൻ്റെ ഓർമ്മ. ഈ ശ്രീസർജി സാറിൻ്റെ ക്ലാസ്സിലാണ് മാണി സി തോമസ്. ആ ക്ലാസ്സിൻ്റെ പുറകുവശത്തോട്ട് നോക്കിയാൽ പ്രകാശമൊക്കെ തീരെ കുറവാണ്, ഈ ആളുകളെ വ്യക്തമായിട്ട് കാണാൻ പാടില്ല, പ്രയാസം. മാണി പുറകിലിരുന്ന് ക്ലാസ് നടത്തപ്പോഴായിരിക്കും കൂടെ ഇരുന്ന് ആളുകളുമായിട്ട് സംസാരം തുടങ്ങി. അപ്പോൾ ശ്രീസർജി സാർ കോപിച്ചു, മാണിയെ വഴക്ക് പറഞ്ഞു, എഴുന്നേൽപ്പിച്ച് ഏറ്റവും മുന്നിലത്തെ ബെഞ്ചിൽ ആദ്യത്തെ സ്റ്റാൻഡ് മാണിയെ കൊണ്ടിരുത്തി. മാണിയെ കൊണ്ട് അവിടെ ഇരുത്തിയതിനു ശേഷം ക്ലാസ് വീണ്ടും തുടങ്ങുക. രാമചന്ദ്ര ശുക്ലജിയുടെ കഹ. അപ്പോൾ മാണി പറഞ്ഞു, എൻ്റെ സാറെ പെരുക്കപ്പെടുത്താണ്. ക്ലാസ് ഭയങ്കര കുഴപ്പം. ശ്രീധർ സാർ ഉടനെ മാണിയെ ഇറക്കി വിട്ടു. അദ്ദേഹം റൂം നമ്പർ 9-ലേക്ക് വന്ന് ഞങ്ങളുടെ ക്ലാസ്സിൽ കയറി ബാക്കി ക്ലാസ്സും MK ചിരയൻ സാറിൻ്റെ ക്ലാസ്സിലിരുന്ന് പഠിച്ചു. ഈ ഓർമ്മ ഇതിന് ശേഷം മാണിയെക്കുറിച്ചുള്ള പല ഓർമ്മകളും ഉണ്ട്. അതൊന്നും ഇപ്പോൾ അതിലേക്ക് കടക്കാതെ ഞാൻ ഏറ്റവും ഓർമ്മയിലുള്ളത് ഞങ്ങൾ രണ്ടും കൂടെ ഉള്ളൊരു യാത്ര. ആ യാത്രയിൽ സംഭവിച്ച കാര്യങ്ങൾ ഈ സദസ്സിൽ പറയാൻ പ്രയാസമായതുകൊണ്ട് ഞാൻ നിർത്തുന്നു. CMS മെമ്മറീസ് എഴുതാൻ ഒരു പ്രചോദനം കൂടെയാണ് ഇത്. പക്ഷേ ഇത്തിരിയൊക്കെ സെൻസർ ചെയ്യേണ്ടി വരുന്ന സ്ഥിതിക്ക് അത്രത്തോളം പറഞ്ഞില്ലേലും അതിനോട് അടുത്തൊക്കെ പറയാവുന്ന കാര്യങ്ങൾ നമുക്ക് എഴുതേണ്ടിയത് തന്നെയാണ്. ഇതുപോലത്തെ തമാശകൾ എവിടെ കിട്ടും? ഇനി ആരേലും ഒക്കെ എന്ന് പറയുന്നുണ്ടോ? മുരളി സാറ് വന്നിട്ട് ഒത്തിരി നാളായി. ഇപ്പൊ മുരളി സാറ് പറഞ്ഞാലോ? എൻ്റെ നമസ്കാരം. ഞാനും അദ്ദേഹവും ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ചിട്ട് പോയ അദ്ദേഹവും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും മലയാളമാണ്, അദ്ദേഹം ഇംഗ്ലീഷായിരുന്നു, ഞാൻ കെമിസ്ട്രി ആയിരുന്നു. വളരെ സൈലൻ്റായിട്ട് ജീവിച്ചു വന്ന മനുഷ്യരായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് ഞങ്ങൾ പലതും എൻജോയ് ചെയ്യാൻ പറ്റിയിരുന്നു ഞങ്ങൾക്ക്. ഈ പറയുന്ന കാളമാണി എന്ന് റെഫർ ചെയ്യുന്ന മാണി, അദ്ദേഹം ഒരു ഒരു അറിയപ്പെടുന്ന കഥാപാത്രമായിരുന്നു. അതുപോലെ തന്നെ പോത്തനെ ജയിക്കും കണിയാങ്കുളം, ഇവര് സ്പോർട്സ് ഇതിൽ. പിന്നെ നമ്മുടെ സോഡാ കുര്യൻ ബാബു അങ്ങനെ നല്ല ജീവിതത്തിൽ ഓർത്തിരിക്കാൻ പറ്റിയ ഒരുപാട് കഥാപാത്രങ്ങൾ ഞങ്ങളുടെ കാലത്തുണ്ടായിരുന്നു. കോളേജിലെ സ്വാതന്ത്ര്യം, ക്ലാസ്സിലെ സ്വാതന്ത്ര്യം, അക്കാഡമിക് സ്വാതന്ത്ര്യം, ക്യാമ്പസിലെ സ്വാതന്ത്ര്യം, ഇത് പൂർണ്ണമായും ആസ്വദിച്ചിരുന്ന ഒരു തലമുറയായിരുന്നു ഞങ്ങൾ. അതിൽ ഇദ്ദേഹം പറഞ്ഞ കഥാപാത്രങ്ങളെല്ലാം തന്നെയുണ്ട്. ഇതുപോലെ ശ്രീധർ സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഞാനൊരിക്കലെ അധ്യാപകനായി കഴിഞ്ഞാൽ അവിടെ ശ്രീധർ സാറിന് പറഞ്ഞു, ഞാൻ സാറിൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്കറിയാം പാമ്പാട് സാറിൻ്റെ ക്ലാസ്സിൽ കയറാതെ മഴയാകുമ്പം അതിൻ്റെ ക്ലാസ്സിൻ്റെ പുറകിലെത്തുന്നല്ലേ, ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു സ്റ്റാൻഡേർഡാണ്. നമ്മൾ കുഴപ്പമൊന്നും ഉണ്ടാക്കുന്നില്ല. വല്ല നോവലൊക്കെ വായിച്ച് ക്ലാസ്സിൻ്റെ പുറകിലിരിക്കും. ഈ മഴ കാറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് ക്യാമ്പസിൽ വേറെ ഒരു സ്ഥലത്തും ഇരിക്കാൻ പറ്റുകയില്ല, ഭയങ്കര കാറ്റും കാറ്റടിയൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോയത്. ഒരുപാട് ഓർമ്മകളുണ്ടെങ്കിൽ ഈ ഓർമ്മകളൊന്നുമല്ല. ഞാൻ 40 വർഷമായി, 40 ഞാൻ 80-ൽ കോളേജിൽ നിന്ന് പോയതാണ്. ഞാൻ 7 വർഷമുള്ള വിദ്യാർത്ഥിയായിരുന്നു, 13 വർഷം അധ്യാപകനായിരുന്നു. അങ്ങനെ 20 വർഷം ഞാൻ കോളേജിൽ ചെലവഴിച്ചതാണ്. കോളേജിലെ എല്ലാ കാഴ്ചകളും പ്രത്യേകിച്ച് ഇടപെടലൊന്നും ഇല്ലാതെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ചിരുന്നൊരു മനുഷ്യനാണ്. പക്ഷേ ആ സ്വാതന്ത്ര്യം അക്കാഡമിക് ഫീൽഡിൽ ഉണ്ടായിരുന്നു. നമുക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ട്. വേണം വീട് പണിയിക്കാൻ വേണ്ടി സ്കൂട്ടർ എടുത്ത് ഇറക്കി പോകാം, പക്ഷെ ക്ലാസ് എടുക്കാതിരിക്കരുത്, അങ്ങനെ ഒരു നിർബന്ധം മാത്രം ഉണ്ടായിരുന്നു. ജോർജ് സാറിന് അവിടെ നിന്ന് നോക്കിയാൽ അറിയാം. മാസ്റ്റർ ടൈം ടേബിൾ നോക്കിയാൽ ആ പോകുന്ന പിള്ളേരെയും കണ്ടാൽ അറിയാം ഏത് ക്ലാസ്സാണ് ഇല്ലാത്തത്. അത് പക്ഷേ ഒരിക്കലും ജോർജ് സാർ അത് പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കറിയാം, സാറിന് അറിയാവുന്നു.
അതുകൊണ്ട് മാത്രമല്ല, ക്ലാസ് കൃത്യമായി എടുത്തിരിക്കണമെന്ന് നിർബന്ധമുള്ള ഒരു ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു കെമിസ്ട്രി. ഇത് മാത്രമല്ല, ബിയോണ്ട് ദാറ്റ് വേണമെങ്കിൽ 6 മണി വരെയൊക്കെ നിൽക്കണം പ്രാക്ടിക്കൽ തീർന്നെങ്കിൽ. അതൊന്നും ആർക്കും ഒരു വിഷമമല്ല. ചിലപ്പോൾ 8 മണിക്ക് തുടങ്ങും, 6 മണിക്ക് തീർക്കും. അതൊന്നൊരു വലിയ കാര്യമല്ല. ആ ഒരു എൻജോയ്മെൻ്റ് ഉണ്ടായിരുന്നു, പഠിപ്പിക്കുന്നതിലെ എൻജോയ്മെൻറ്റ്. പിന്നെ ഈ പറഞ്ഞ രസങ്ങളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ആകെ മൊത്തം ഒരു സിനിമാ കഥ പോലെയായിരുന്നു ജീവിതം. അതുകൊണ്ടാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട്, ഞാൻ കോളേജിൽ നിന്ന് പോന്നിട്ട് 44 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഈ നൊസ്റ്റാൾജി, ഗൃഹാതുരത്വം എന്ന് പറയുന്ന കോളേജിനെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മ വരുന്നുണ്ട്. അതിലൊരു കാര്യം ഈ അടുത്ത കാലത്ത് എനിക്ക് മനസ്സിലായത്, കോളേജിൻ്റെ മെയിൻ ബിൽഡിംഗ്, അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്ങിൻ്റെ പുറകിലത്തെ ഒരു തൂൺ ഇടിഞ്ഞു വീണു. ഇത് നമ്മുടെ ഇതിൽ സർക്കുലേറ്റ് ചെയ്തിരുന്നു. എനിക്ക് വളരെ വിഷമം തോന്നി. മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ആദ്യം എൻ്റർ ചെയ്ത യൂണിവേഴ്സിറ്റി ഇൻ്റർവ്യൂവിന് അഡ്മിഷന് വേണ്ടി നിന്നിരുന്ന സ്ഥലമാണ് ഈ പറഞ്ഞത്, പുറകിലത്തെ വരാന്ത. അതാണ് എനിക്ക് ആ ബിൽഡിങ്ങുമായിട്ടുള്ള ഒരു സ്നേഹം. അപ്പോൾ കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. അതാണ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമുക്ക് കോളേജിനോട്. അപ്പോൾ 2 കാര്യങ്ങളില്ല. ഒരു കോളേജിൻ്റെ ക്യാമ്പസ്, അവിടുത്തെ ബിൽഡിങ്. 2 അവിടെ നമ്മൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, കല, മറ്റ് ആസ്വാദികരമായ കാര്യങ്ങൾ. 3 നമ്മൾ ഇടപെടുന്ന വ്യക്തികൾ. ഞാനും പിന്നെ നമ്മുടെ സാറും ഒരു ബാച്ചാണെങ്കിലും ഞങ്ങളുടെ ആ കാലത്ത് ആണ് കോളേജ് ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്നത്. MSc തുടങ്ങി ഞാൻ 3ാമത്തെ ബാച്ചാണ്. അങ്ങനെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സ് ഒരുപാട് തുടങ്ങി. അപ്പോൾ കോളേജ് ഭയങ്കര ആക്റ്റീവായിരുന്നു. അന്ന് വളരെ കുറച്ച് സാറന്മാരെ അപ്പോയിൻ്റ് ചെയ്യുള്ളൂ. കെമിസ്ട്രി MSc തുടങ്ങിയ സമയത്ത് ആകെ 4 സാറന്മാരേ ഉള്ളൂ. TT തോമസ് സാറും ശിവദാസ് സാറും ഒക്കെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ക്ലാസ്, 8 മണി തൊട്ട് 6 മണി വരെ ക്ലാസ് എടുക്കും. അപ്പോൾ അങ്ങനെ ഒരു കൾച്ചറിലാണ് ഞങ്ങളൊക്കെ വളർന്നു വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ 8 മണിക്ക് ക്ലാസ് എടുക്കാന്ന് പറയുന്നൊരു വലിയ വിഷമം വന്നത്. കാരണം നമ്മൾ ആ ക്ലാസ്സിന് വന്നിരുന്നുണ്ട്. ഒന്ന് ആ ഒരു അക്കാഡമിക് എൻജോയ്മെൻറ്റ്, പിന്നെ നമ്മളെ പഠിപ്പിച്ച ആൾക്കാരും നമ്മുടെ കൂട്ടത്തിൽ ഇരുന്ന ആൾക്കാരും മറ്റ് അധ്യാപകരും അവരോടുള്ള നമ്മൾക്കുള്ളൊരു സ്നേഹം. ഇങ്ങനെ 3 കാര്യങ്ങൾ. ഒന്ന്, നമ്മളെ വിഷ്വൽ എന്ന് പറയുന്നത് ബിൽഡിങ്സ് ഒക്കെയാണ്. ഇപ്പോൾ പുതിയ ബിൽഡിങ്ങൊന്നും നമ്മുടെ മനസ്സിൽ നിൽക്കത്തില്ല. എല്ലാം കോർഡിനേറ്ററും ക്ലാസ്സും ഒക്കെ ആയിട്ട് കുറേ ബിൽഡിങ്ങാണ്. അതിൻ്റെ പഴയ ഹെറിറ്റേജ് വാല്യൂ. രണ്ടാമത്തേത്, നമ്മളവിടെ എൻജോയ് ചെയ്ത കാര്യങ്ങൾ, അക്കാഡമിക്കും അല്ലാത്തത്. 3, നമ്മൾ ഇടപെട്ട വ്യക്തികൾ. അത് PC ജോസഫ് സാർ തുടങ്ങി. ഞാൻ പഠിച്ചിരുന്ന കാലത്ത് PC ജോസഫ് സാറിന്, പിന്നെ ജോർജ് എം സാറായി. അന്നേരം പക്ഷേ സാറിനെ പഠിപ്പിച്ചിട്ടുണ്ട്, സബും പഠിപ്പിച്ചിട്ടുണ്ട്, MScക്കും പഠിപ്പിച്ചിട്ടുണ്ട്. വളരെ അടുപ്പമുണ്ടായിരുന്നു. സാറ് കാരണമാണ് ഞാൻ ഒരു പക്ഷേ ഇവിടുന്ന് പോയത്. സാറിൻ്റെ ഒരു പ്രേരണ. അന്നത്തെ സാറ് മാറി MC ഓണത്തിനായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉള്ളൊരു ഗൃഹാതുരത്വമാണ്. പിന്നെ 2, ഞാനൊക്കെ 2 വർഷം സീനിയർ ആയിരിക്കുമ്പോഴാണ് നമ്മൾ ഈശോ മോഹൻ സാറൊക്കെ അവിടെ വരുന്നത്. അങ്ങനെ ഒരു വലിയ തലമുറയുണ്ടായിരുന്നു. ഒരുപാട് പേര്, ആന്റണി സാറ്, KM മറിയ സാറ്, മത്തായി സാറ്, പിന്നെ ഫിസിക്സിലെ ഞങ്ങൾ ഒരേ ബിൽഡിങ്ങിൽ വരും, MScയുടെ ക്ലാസ് വരും. ഈശോ മോഹൻ സാറ്, നമ്മുടെ അച്ചൂർ സാറിൻ്റെയൊക്കെ അടുത്ത് താമസിക്കുന്ന പേര് ഇപ്പോൾ വിട്ടു പോകുന്നുണ്ട് കേട്ടോ. എനിക്ക് പ്രായക്കുറവാണ്, ഈ ഓർമ്മപ്പശയില്ല, എന്നാൽ ചിലപ്പോൾ പേര് ഓർമ്മ KV ജോൺ സാറിൻ്റെ ഇപ്പുറത്ത് അച്ചുവൻ സാറിൻ്റെയും അവിടെ ആ ഭാഗത്ത് താമസിക്കുന്നുണ്ട് ഫിസിലെ സാർ. രാജൻ ടീച്ചറുണ്ട്, രാജൻ ടീച്ചറിൻ്റെ ക്ലാസ്മേറ്റ് കോശി വർഗീസ്. കോശി വർഗീസ്, PV തോമസ്. പിന്നെ കെമിസ്ട്രിയിലെ ഞാൻ ടിജായൻ തുടങ്ങിയുള്ളവരെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് ബാച്ചിലാണ് ടിജായനൊക്കെ വരുന്നത്. പ്രേംചന്ദ്, ടിജായൻ, കോശിക്കുഞ്ഞ്, അങ്ങനെ. പിന്നെ അവരുമായിട്ടുള്ള ഇടപെടലിൽ ഞാൻ അധ്യാപകനല്ലായിരുന്നു. ഞാൻ അവരുടെ ഒരു ഫ്രണ്ടായിട്ട്, സീനിയർ ഫ്രണ്ട്. അവർ BScക്ക് പഠിക്കും, ഞാൻ MScക്ക് ഉണ്ട്. അതിങ്ങനെ തുടർന്ന് പോകുന്നു. ആ ഒരു ഗൃഹാതുരത്വമാണ്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ക്ഷണം, വ്യക്തിപരമായ ക്ഷണം ഈശോ മോഹൻ സാറിൻ്റെ, ഇതാണ് ഇതിലേക്ക് നയിച്ചത്. അപ്പോൾ എല്ലാവരെയും ചെറുപ്പമായി തന്നെ കണ്ടതിൽ വളരെ സന്തോഷം. നീയും കണ്ടു. താങ്ക് യു. നമ്മുടെ 80 വയസ്സുകാരെ ഓണർ ചെയ്യുന്ന ഒരു രീതിയുണ്ട് നമുക്ക്. അപ്പം നമുക്ക് ശിവശങ്കരപ്പിള്ള സാറിനെ കൊണ്ട് തന്നെ തുടങ്ങാം. 80 ആയില്ലയോ? അങ്ങനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സമ്മതിക്കുന്നില്ല. എന്തോ സാരമില്ല, നമുക്ക് 80 കൂട്ടാം. എന്താ? അപ്പോൾ നമുക്ക് സാറിനെ ഒന്ന് ആദരിക്കാം.
ഞാൻ ഫെബ്രുവരി മാസത്തിൽ നാഗാലാൻഡിൽ പോകുമെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് എൻ്റെ ആ നാഗാലാൻഡ് യാത്രയെ പറ്റി പറയാം. ഫെബ്രുവരി 1 ഞാൻ നാഗാലാൻഡിൽ പോയി. നാഗാലാൻഡിൽ പോകാൻ കാരണം എൻ്റെ വളരെ അടുത്ത ഒരു സുഹൃത്ത്, നമ്മൾക്ക് പലർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്. നാഗാലാൻഡിന് NSCN, നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ്, NSCN എന്ന് പറയുന്ന ഒരു പാരലൽ ഗവൺമെൻറ് ഉണ്ട്. അവരുടെ സ്വാതന്ത്ര്യ ദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 14 ആയിരുന്നു. ഈ വർഷത്തെ പ്രത്യേകത വളരെ വ്യാപകമായി എല്ലാ നാഗ ഇൻഹാബിറ്റഡ് ഏരിയാസിലും അവർ സ്വാതന്ത്ര്യ ദിനാഘോഷം നടത്തി. ഇതാണെന്ന് ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു ഫോർ ദ പേഷ്യൻ്റ് ഹിയറിംഗ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മനുഷ്യന്റെ മൃത്യുവേക്കാൾ ഭയാനകം. ഇത് കൃത്യമായിട്ട് അനുഭവിച്ചവരിൽ ആരും തന്നെ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് സംശയമാണ്. കാരണം ഒരു 1942 മുമ്പ് ഇയർ ഓഫ് ബർത്ത് ഉള്ളവരാരും തന്നെ ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും അഹിംസാ മാർഗത്തിലൂടെ നമുക്ക് ഇന്ന് ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ഈ അവസ്ഥയിലേക്ക് എത്തിയ മഹാത്മാഗാന്ധി അടക്കമുള്ളവരുടെ മുമ്പിൽ നമ്മൾ സിസ്കറായി നിന്നുകൊണ്ട് പിന്നെ വേറെ 2 പാട്ടുകളുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലക്ഷം മനുഷ്യരൊന്നിച്ചെന്നാൽ ലക്ഷണമൊത്തോരൊന്നോ രണ്ടോ. അപ്പോ CMS കോളേജിൽ നിന്നും റിട്ടയർ ചെയ്ത ഇത്രയും അധ്യാപകരെ ഒരുമിച്ച് കൂട്ടി ഇത്രയും വർഷം ആ CMS കോളേജിന്റെ ഓർമ്മകൾ നമ്മുടെ എല്ലാം ഹൃദയത്തിൽ ലൈവ്ലിയായി നിർത്തിക്കൊണ്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട 2 വ്യക്തികളാണ് ഞാൻ ഈ ലക്ഷണമൊത്തോരൊന്നോ രണ്ടോ എന്ന് പറയുന്ന ഈ ദമ്പതികളായ PC ജോൺ സാറും സൂസനും. ആ ലക്ഷണമൊത്തോർ 1, 2 വീണ്ടും ഇന്ന് 2 പേരെ കൂടെ കൂട്ടുക. ആ ദമ്പതികള് അവരുടെ വിവാഹ വാർഷികം, അതായത് 50ാമത്തെ വാർഷികം ആഘോഷിക്കാൻ ദൈവം തമ്പുരാൻ കൃപ നൽകിയ ഈശോ മോഹൻ ജോർജും ആ സഹധർമ്മിണി ഓമന. ആ ഓമനത്തുള്ള ഓമന എന്ന് പറയുന്നത് എൻ്റെ സഹധർമ്മിയുടെ കൂട്ടത്തിൽ B.Ed ഒരുമിച്ച് പഠിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോ അവരെ കുറിച്ച് പറയുമ്പോൾ ഞാനങ്ങ് പറഞ്ഞ് അവസാനിപ്പിക്കാം. യൂത്ത് ഈസ് നോട്ട് എ ടൈം ഓഫ് ലൈഫ്, it is only a state of mind. Years may wrinkle the skin, but to give up enthusiasm will wrinkle the soul. You are young as much as your faith and old as much as your doubt. ഇതെല്ലാം അവർ 2 പേരെ കുറിച്ച് വളരെ ശരിയാണ്. You are young as much as your confidence and old as much as your wavering. ഈ 2 പേരിൽ ഞാൻ ആ വേവറിംഗ് ഒന്നും കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും ആ 2 പേരെ ഭംഗിയായിട്ട് അനുമോദിക്കാനും ഇനിയും അനേക നാൾ അവർക്ക് ജീവിച്ചിരുന്ന 51, 52, 53 വർഷങ്ങൾ നമ്മളെ ഇതുപോലെ വിളിച്ച് സന്തോഷിപ്പിക്കുവാനും ജഗദീശ്വരൻ അവസരം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. പിന്നെ CMS കോളേജിൽ പറയാതിരിക്കാൻ ഒക്കത്തില്ല. കാരണം എന്നെ ഞാനാക്കിയത് CMS കോളേജാണ്. അല്ലെങ്കിൽ ഒന്നുമില്ല, വട്ട പൂജ്യമാണ്. വിശ്വസിക്കുന്നു.
കോളേജിലെ 63-66 ബാച്ചിൽ ഇംഗ്ലീഷിൽ ലിറ്ററേച്ചറിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു കെ സി ജോർജ്. പിന്നെ ജേക്കബ് മാത്സിലുണ്ടായിരുന്നു. APSR ഒക്കെ എൻ്റെ സീനിയറായിട്ട് പഠിച്ച ആളാണ്. അതുപോലെ അന്നമ്മ ടീച്ചർ ഞങ്ങൾക്ക് ഹോസ്റ്റലിൽ ഒരുപോലെ ഒന്നിച്ചുണ്ടായിരുന്നു. ഇപ്പം കേൾക്കാമല്ലോ. CMS കോളേജിലെ ഞങ്ങളുടെ 3 വർഷത്തെ ജീവിതം ഒരു ഭയങ്കര ഏറ്റവും ജീവിതത്തിലെ ഒരു സന്തോഷമായ ഒരു സമയമായിരുന്നു. ഞങ്ങൾ കോളേജിൽ ചേർന്ന സമയത്ത് PC ജോസഫ് സാറായിരുന്നു ഞങ്ങളുടെ പ്രിൻസിപ്പല്. സാറ് ഞങ്ങളെ പഠിപ്പിക്കുന്നത് ബ്രിട്ടീഷ് ഹിസ്റ്ററി ആയിരുന്നു. സാർ 2 ആഴ്ചയെ പഠിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ ആദ്യം കയറി വരുമ്പോഴേ ആ മുറി ഇരുന്ന് പറയുന്നത് when I was of your age, when I was sitting in your class and the same bench, ഇത്രയും മാത്രമേ പറയത്തുള്ളൂ പുള്ളിക്കായിരുന്നു. ബാക്കി പിന്നെ ഒന്നും പറയത്തില്ല. പിന്നെ എഴുന്നേറ്റ് പോവുകയും ചെയ്യുമായിരുന്നു. അതായിരുന്നു സാറിൻ്റെ പഠിപ്പീര്. 2 ആഴ്ച കഴിഞ്ഞ് പിന്നെ സാറ് മാറി. അങ്ങനെ പിന്നെ ഏറ്റവും രസകരമായിട്ടുള്ളത് എൻ്റെ റൂംമേറ്റ് ഒരു പൊക്കത്തി കുഞ്ഞുമോളായിരുന്നു. പുള്ളിക്കാരത്തേക്ക് 5 അടി 10 ഇഞ്ച് നീളമുണ്ട്. ഞങ്ങൾ 4 പേര് ഒന്നിച്ചാണ് ഹോസ്റ്റലിൽ നിന്ന് CMS കോളേജിലോട്ട് പോകേണ്ടത്. കോളേജിലെ ഗേറ്റിലോട്ട് തിരിയുമ്പം തൊട്ട് കൂവൽ തുടങ്ങും. കുഞ്ഞുമോളും ഞങ്ങൾ 4 പേരും കൂടെ പോകുമ്പോൾ കൂവി ക്ലാസ്സിൽ വരെ ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾ വിറച്ച ബെഞ്ചയിലിരിക്കുന്നത്. പക്ഷെ കുഞ്ഞുമോളടുത്തൊന്നും നടക്കത്തില്ല. കുഞ്ഞുമോൾ അവിടെ നിന്ന് തിരിഞ്ഞ് എല്ലാവരും ഒന്ന് നോക്കും. അപ്പോഴത്തേക്ക് എല്ലാ ആൺപിള്ളേരും പേടിക്കും. പ്രത്യേകിച്ച് BCom ക്ലാസ്സിലെ പിള്ളേരായിരുന്നു കൂടുതലും വിളിക്കുന്നത്. ഒരു ദിവസം വളരെ രസകരമായ ഒരു സംഭവം ഉണ്ടായി. BComൽ നീളം കുറഞ്ഞ ഒരു ജേക്കബ് കുട്ടി ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ തന്നെയാണെന്ന് തോന്നുന്നു, അതോ ഇക്കണോമിക്സിലായിരുന്നു ഒരു ബാബു ഹിസ്റ്ററിയിൽ. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ കോളേജിലോട്ട് നടന്ന് ഹോസ്റ്റലിൽ നിന്ന് അങ്ങോട്ട് പോകാൻ നേരം ജേക്കബ് കുട്ടിയെ തോളെ വെച്ചുകൊണ്ട് ഹിസ്റ്ററിയിലേക്ക് പോയി ഓടി വന്ന് കുഞ്ഞുമോടെ അടുത്തിപ്പോണ്ട് എന്തോ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. കൂവനും തുടങ്ങി. ഒരു വിധത്തിലാണ് ഞങ്ങൾ ആ ചൂളച്ചോടി കൂടെ ക്ലാസ്സിലേക്ക് വന്നത്. പിന്നെ ഒരു കാര്യം കൂടെ, ഹോസ്റ്റലിലെ കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ഒരു ദിവസം ഞങ്ങൾ മിസ് മേരി ഞങ്ങളെ എങ്ങും വിടത്തില്ലല്ലോ, ഭയങ്കര സ്ട്രിക്റ്റ് അല്ലേ. അപ്പം കോളേജിലെ സ്പോർട്സ് ഡേയിൽ ഞങ്ങൾക്ക് പുറത്തോട്ട് പോകാനൊക്കെ തുടങ്ങി. ഞങ്ങൾ സ്പോർട്സ് കാണാനായിട്ട് ഞങ്ങൾ അവിടെ ചെന്നിരിക്കും. അപ്പോൾ ഒരു ദിവസം ഹോസ്റ്റലിലുള്ളവർക്കെല്ലാം ഒരു ആഗ്രഹം, ഞങ്ങളുടെ റൂംമേറ്റ്സിന് ഒരു കട്ട്ലറ്റ്സ് തിന്നണമെന്ന്. 2-3 പേര് കട്ട്ലറ്റ്സ് തിന്നാൻ റൊസാറിയോസിൽ പോയി. അവർ ഇന്നേച്ച് വന്ന് ഞങ്ങളെയൊക്കെ മണപ്പിച്ചു. കൈ മണപ്പിച്ചപ്പോൾ ഞങ്ങൾക്കും കൊതി, എൻ്റെ ദൈവമേ ഞങ്ങൾക്കും കിട്ടുമല്ലോ. പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ തിന്നാത്തവരെല്ലാം കൂടെ പോയി. ഞങ്ങൾ റൊസാറിയോസിൽ നിന്ന് പൈസ കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ അങ്ങോട്ട് തുറക്കുകയും കട്ടൻ അങ്ങോട്ട് മാറ്റിയും PG ജോൺ സാർ മുന്നിൽ. ഒരു രക്ഷയില്ല. ഞങ്ങൾ അന്നേരം പെട്ടെന്ന് പേടിച്ച് കട്ടനെ മാറ്റി അവിടെ ഇരുന്ന്. സാർ 3 പേരെയും നോക്കിയിരിക്കുക. ഞങ്ങൾക്ക് പുറത്തിറങ്ങണമല്ലോ, പൈസ ആയി കൊടുക്കണം. കുറേ നേരം നോക്കിയിരുന്ന് ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണെന്ന് തോന്നുന്നു PG ജോൺ സാർ ഞങ്ങളെ കണ്ടില്ല. അല്ലെങ്കിൽ മിസ് മേരി അന്ന് ഞങ്ങളെ പുറത്താക്കിയേന്. അന്ന് ഏതായാലും പിന്നെ പൈസയും കൊടുത്ത് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിൽ വന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. പക്ഷെ സമയക്രമമൊന്നും പറയുന്നില്ല. താങ്ക് യു ഫോർ ദ ടൈം ഗിവിംഗ്. എത്രയും ബഹുമാനപ്പെട്ട എന്നേക്കാൾ വളരെ സീനിയറായിട്ടുള്ള തോമസ് റൈ സാറുണ്ട്, TP മാത്യു സാറുണ്ട്, PC സാറുണ്ട്. അവരാരെ ഞാൻ കൂടുതലായിട്ട് കാണുന്ന സാറ ടീച്ചറുണ്ട്, അന്നമ്മ ടീച്ചറിനെ പഠിപ്പിച്ച ടീച്ചർ, അവരെയാണ് കണ്ടത്. എല്ലാവർക്കും, ബാക്കിയുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായ കുറിപ്പ്. മോഹൻ്റെ 50ാമത്തെ വെഡിങ് ആനിവേഴ്സറി എൻ്റെ കണക്കനുസരിച്ച് ആയിട്ടില്ല. 29-ാം തീയതിയാണെന്നാണ് എൻ്റെ വിശ്വാസം. നേരത്തെ എന്തുകൊണ്ട് ആഘോഷിച്ചെന്ന് എനിക്കറിയാം. എന്നാലും മോഹൻ്റെ ഈ 50ാമത്തെ വെഡിങ് ആനിവേഴ്സറിയിൽ അദ്ദേഹത്തെ ഫെലിസിറ്റേറ്റ് ചെയ്യുന്നതിനോടൊപ്പം കുറച്ച് ചിന്തകളിങ്ങനെ പുറകോട്ട് ബോറടിക്കുന്നില്ലെങ്കിൽ പറയാൻ കഴിയും. 69 ഓഗസ്റ്റ് മാസം 4-ാം തീയതിയാണ് CMS കോളേജ് ഞാൻ ജോയിൻ ചെയ്തത്.
മോഹൻ ഡിസംബറിലാണ്, ഒക്ടോബർ. ഞങ്ങൾ രണ്ടും ഒരു വർഷമാണ് ജോയിൻ ചെയ്തത്. ആദ്യത്തെ താമസം ഞാനും മരിച്ചുപോയ പ്രേംചന്ദ്, ടിയുമൊത്തായി, അതുപോലെ പിന്നീട് ഇവിടെ കുറച്ചാൾ സർവീസിലുണ്ടായിട്ട് പിടിഞ്ഞുപോയ ഇടിക്കുള കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ടായിരുന്നു PV തോമസ്. ഈ ഞങ്ങൾ 5 പേരും കൂടെ ആയിരുന്നു നമ്മുടെ കോളേജിൻ്റെ താഴെ ശവക്കോട്ടയുടെ അടുത്തൊരു വീട്ടിൽ താമസിച്ചത്. അവിടെ താമസിച്ച് ഞങ്ങളിങ്ങനെ എന്നും വൈകിട്ട്, ഞാൻ വളരെ സൈലൻ്റാണ് പൊതുവെ, പക്ഷേ പ്രേംചന്ദും മത്തായിച്ചനും ഭയങ്കര തർക്കമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അവർ ലോകം മുഴുവൻ നന്നാക്കിയിട്ട് അടങ്ങുന്നു. അപ്പോൾ എന്നും വൈകിട്ട് മെസ് ഹോളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഭയങ്കര ബഹളമാണ്. പ്രേംചന്ദും മത്തായിയാണ് അതിൻ്റെ പ്രധാന ആളുകൾ. ചുരുക്കി പറയുക, റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ആ വർഷത്തിൻ്റെ അവസാനം ആരോ കല്യാണം ആലോചിച്ചിട്ട്, ഞങ്ങളിൽ ആർക്കെന്നറിയുന്നില്ല, കല്യാണം ആലോചിച്ചിട്ട് ആ വീട്ടിൽ വന്നു. ആ വീട്ടിൽ വന്നപ്പോൾ തൊട്ട് താഴെ ഒരു അമ്മച്ചിയാണ് താമസിക്കുന്നത്. അമ്മച്ചിയുടെ മകൻ തിരക്കേടില്ലാത്ത രീതിയിൽ മദ്യപിക്കുന്ന ഒരു ടാക്സി ഡ്രൈവർ. അത് കാരണം എന്നും അവരുടെ അടുത്ത ഭാഷ അത്ര നല്ലതല്ല. ആ ഭാഷയിലാണ് അമ്മ എപ്പോഴും സംസാരിക്കുന്നത്. അപ്പോൾ ഞങ്ങളെപ്പറ്റി അന്വേഷിക്കാൻ അവിടെ വന്നപ്പോൾ എന്നെപ്പറ്റി ആർക്കാ കല്യാണം വന്നൊന്നും അറിയത്തില്ല. അവിടെ വന്നപ്പം ആ അമ്മച്ചി പറഞ്ഞു, ദേവന്മാർക്ക് കല്യാണം ആലോചിക്കാനാണോ താൻ വന്നതെന്ന് ചോദിച്ചു. എങ്ങാണ്ട് കിടന്ന ദരിദ്രവാസികൾ നാഗം ചെന്ന് ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്, ഇവനെയൊക്കെ പിടിച്ച് വല്ലയിടത്തും കൊണ്ട് ജയിലിലെടുത്ത സാധനങ്ങളാണെന്ന് പറഞ്ഞു. അത് പറഞ്ഞപ്പം മനസ്സിലായി അവിടുന്ന് മാറിയില്ലെങ്കിൽ ഞാനും മിക്കവാറും പെണ്ണ് കിട്ടാൻ പോകത്തില്ലെന്ന് മനസ്സിലായതുകൊണ്ട് നേരെ YMCയിലേക്ക്. YMCയിൽ ഈശോ മോഹൻ സാറിൻ്റെ കൂടായിരുന്നു, റൂംമേറ്റായിട്ടായിരുന്നു. ഞാൻ ഏതാണ്ട് 2 വർഷമാണ്. വിവാഹം കഴിക്കുന്നിടം വരെ ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കാനിടത്. അന്ന് കോളേജിലെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറയുന്നത്, നിങ്ങളിൽ സീനിയറായിട്ടുള്ള പലർക്കും അറിയാവുന്ന പോലെ ചിലരുമായിട്ടൊന്നും ഒരു സമരം വന്നതിൻ്റെ ബാക്കിയായിട്ട് ചില ബുദ്ധിമുട്ടുകളൊക്കെ ചിലർ തമ്മിലുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ ഈ കൊച്ചു പിള്ളേരുടെ ഇടയ്ക്ക് ഈ ഗംഗാവാലി നദിയിലെ 5.4 നോട്ടിക്കൽ സ്പീഡിലുള്ള വെള്ളമൊഴുക്ക് പോലെ ഞങ്ങളുടെ സ്നേഹത്തിനൊരു കുറവില്ലായിരുന്നു. ഞങ്ങൾ ഈ ചെറുപ്പക്കാരെല്ലാം, ഞങ്ങളുടെ അന്നത്തെ പ്രധാന നേതാവായിരുന്നു ചാണ്ടി സാർ, ദിവംഗതനായ PS ചാണ്ടി സാറിൻ്റെ നേതൃത്വത്തിൽ YMCയിൽ അവിടെ ഞങ്ങൾ 5-6 പേര് താമസം ഉണ്ടായിരുന്നു. മിക്കവാറും CMS കോളേജിലുള്ള ഞങ്ങളുടെ പ്രായത്തിലുള്ള എല്ലാവരും തന്നെ ഈ AP സാറ്, അതുപോലെ ഈയിടെ മരിച്ചുപോയ ബസിലിയസ് കോളേജിലെ സക്കറിയ T ഡാനിയൽ, പിന്നെ അങ്ങനെ ബസിലിയസ് കോളേജിൽ തന്നെ ജോൺ ജോസഫ്, CMS കോളേജിൽ തന്നെ വേറെ അനേകം സാറുമാർ, എല്ലാവരും PT ജോൺ സാർ ഉൾപ്പെടെ വൈകിട്ട് YMCയിൽ ഏതാണ്ട് ഒരു 2-3 മണിക്കൂർ രാജു കൂർല ഞങ്ങളെല്ലാം ഇങ്ങനെ ഒരുമിച്ച് താമസിച്ച ഒരു സുവർണ അവസരം ഓർക്കും. അത് കഴിഞ്ഞ് പിന്നെ മോഹൻ ഈ എഴുത്തിൻ്റെ ഉപദ്രവമൊന്നും അന്നില്ലായിരുന്നു. എനിക്ക് പരിചയമുള്ള കാലത്തോളം മോഹനെ അറിയാം, മോഹൻ്റെ ഫാദറിനെ അറിയാം, മോഹൻ്റെ അമ്മയെ അത്ര അടുത്ത് പരിചയമില്ല, പക്ഷെ ഫാദറിനെ എനിക്ക് നല്ലപോലെ അറിയായിരുന്നു, പെങ്ങളെ അറിയായിരുന്നു. മോഹൻ്റെ ഫാദറിനുണ്ടായിരുന്ന നല്ല ക്വാളിറ്റീസിൽ ഏകദേശം 50% മോഹന് കിട്ടിയിട്ടുള്ളതെന്നാണ് എൻ്റെ വിശ്വാസം. മോഹൻ്റെ ഫാദറിനെ പറ്റി പറയുന്ന ഒരു കഥ മോഹനോട് പറഞ്ഞ ഓർമ്മയുണ്ട്. ഈ ഫാദർ ദൂരെയാണ് ജോലി ചെയ്യുന്നത്. അപ്പം അമ്മയുടെ അടുത്താണ് കുറ്റങ്ങൾ ചെയ്യുന്നത് മോഹൻ. അപ്പം മോഹൻ പറയും, ഞാൻ ചെയ്യുന്ന ഒരാഴ്ചത്തെ പാപം എല്ലാം കൂടെ അമ്മ കുറിച്ച് വെക്കും കടലാസിൻ്റെ അകത്ത്. ശനിയാഴ്ച അപ്പൻ ഇങ്ങോട്ട് വരുമ്പോൾ പപ്പായുടെ ഇതിലോട്ട് കൊടുക്കും, ഇവൻ ഇത്രയും ചെയ്യുന്നതാണ്. മോഹൻ പറഞ്ഞ അടി കൊള്ളുന്നതിന് എനിക്ക് പ്രയാസമില്ല, പക്ഷേ ഈ അടി കൊള്ളുന്നതിന് മുമ്പ് ഈ പിച്ചാത്തി എടുത്തുകൊണ്ട് പോയി ഒരു വടി വെട്ടി ചെത്തി നമ്മുടെ കാണുക നമ്മളെവിടെ പിടിച്ച് നിർത്തിയിട്ട് ചെത്തി 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 1/2 മണിക്കൂർ അങ്ങനെ നിർത്തുന്ന ആ സമയത്തെ പറ്റി
ആലോചിക്കാൻ പാടില്ല എന്ന് വരെ മോഹൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഒരുപാട് ഞങ്ങൾ ഒരുമിച്ചാണെങ്കിലും CMS കോളേജിൽ കമ്പ്യൂട്ടർ സെൻറ്ററിൻ്റെ പ്രവർത്തനത്തിൽ ഞാനും മോഹനും മാത്യു, സണ്ണി മാത്യൂസ് ഇവർ ഒരുമിച്ചൊരു ടീമായിട്ട് വർക്ക് ചെയ്യാനുള്ള സൗകര്യം കിട്ടി. കുടുംബ ബന്ധങ്ങളിലൊക്കെ ഞങ്ങളാണെങ്കിൽ കുടുംബമായിട്ട് തന്നെ വളരെ അടുത്ത് ഇടപഴകിയ വ്യക്തികളാണ്. ഇപ്പോഴും ആ സ്നേഹബന്ധം നന്നായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. മിക്കവാറും കാര്യങ്ങളെല്ലാം തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൺസൾട്ട് ചെയ്യുകയോ സംശയം ചോദിക്കുകയോ ഒക്കെ ചെയ്തിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. അത്രയ്ക്ക് നല്ല അടുപ്പത്തിൽ ജീവിക്കുന്നവർ. ഏതായാലും മോഹന് 50ാമത്തെ വിവാഹ വാർഷികം ഏറ്റവും ഭംഗിയായി ആസ്വദിക്കാനും അനുഭവിക്കാനും ദൈവം ഇട നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓമനയ്ക്കും മോനായി ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. കാരണം എൻ്റെ മക്കളും മോനയുടെ പ്രായം എല്ലാ ഏകദേശമൊക്കെ ഒരുപോലൊക്കെ വരും. ഞങ്ങൾ കുറേ പേരുണ്ടായിരുന്നു, നിങ്ങളറിയാത്ത കുറേ ആളുകളും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ ഇവരെല്ലാം കൂടെ പിള്ളേർ സെറ്റ് അവരവരുടേതായ ഒരു ഗ്രൂപ്പുണ്ടായിരുന്നു. എന്തായാലും എല്ലാ ഭാവങ്ങളും ഞാൻ ആശംസിക്കുന്നു. പിന്നെ ലക്ഷണമൊത്തോ ഒന്നോ രണ്ടോ പേരെന്ന് പറഞ്ഞാൽ ഇപ്പം 3 or 4 പേരാകാവുന്നവരെ ഞാനിപ്പോൾ ചിന്തിക്കുന്നു. ഏതായാലും എല്ലാ ആശംസകളും ദൈവം നൽകട്ടെ. എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഫെലോഷിപ്പ് ഓഫ് റിട്ടയർഡ് ടീച്ചേഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുൻ പ്രസിഡന്റുമാർ ഇവർക്കൊരു സ്നേഹോപഹാരം കൊടുക്കട്ടെ. മുൻ പ്രസിഡന്റുമാർ ഫെലോഷിപ്പിൻ്റെ മുൻ ഫെലോഷിപ്പ് ഓഫ് റിട്ടയർഡ് ടീച്ചേഴ്സിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മുൻ പ്രസിഡന്റുമാർ ഇവർക്കൊരു സ്നേഹോപഹാരം കൊടുക്കട്ടെ. മുൻ പ്രസിഡന്റുമാർ ഫെലോഷിപ്പിൻ്റെ മുൻ ടീച്ചർ തിരിച്ചു പ്രിയപ്പെട്ട ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. നല്ല പടം എടുക്കണേ എല്ലാവരും. നിങ്ങൾ തന്ന ഈ ഉപഹാരത്തിന് നന്ദി പറയുന്നു. ഞങ്ങളുടെ 50 വർഷമാകുന്ന 29-ാം തീയതി ഉള്ളൂ. എന്നെക്കാളും മുമ്പ് 50 വർഷമായ കോഴ്സുകാരൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനൊരു സന്ദർഭം ഉണ്ടായതുകൊണ്ട് മാത്രം എൻ്റെ 50 ആഘോഷിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഓമനെ കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് 54 കിലോയും ഓമനയ്ക്ക് 42 കിലോയും ഉണ്ടായിരുന്നു. ഓമനയുടെ അമ്മ നല്ലപോലെ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളായിരുന്നു. ഓമനയുടെ വല്യമ്മച്ചിയും ഉണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്തായതുകൊണ്ട് ആ വീക്കെൻഡിലൊന്നും പോകത്തില്ല, ഇവരുടെ വീട്ടിലോട്ട് പോകാറുണ്ട്. എൻ്റെ വെയിറ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് 73 കിലോ ആയി. അതാണ് ഞാൻ പാൻറ്റിൽ നിന്ന് വുഡിലേക്ക് മാറാനുള്ള കണക്ക്. വേസ്റ്റ് ഒട്ടും ചേരാതായി. ഈ അടുത്ത കാലത്ത് ഒരു സംഭവം ഉണ്ടായി. ഓമനയുടെ മദർ സുഖമില്ലാതെ മദ്രാസിലായിരുന്നപ്പോൾ എൻ്റെ അടുത്ത വീട്ടിലെ രമണി കൊച്ചമ്മയെന്ന് പറഞ്ഞ എനിക്ക് എല്ലാ ദിവസവും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടു തരുമായിരുന്നു. ഓമനയില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ. അങ്ങനെ അവസാനത്തെ ദിവസമായപ്പോൾ പറഞ്ഞു, പുള്ളിക്കാരത്തി പറഞ്ഞു, ഞാൻ ഓമനയെ ഉദ്ദേശിച്ചാണ് നിങ്ങൾക്ക് കൊണ്ട് തരുന്നത്, അല്ലാതെ സാറിൻ്റെ ഉദ്ദേശമൊന്നും അല്ല ഈ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ട് തരുന്നത്, ഓമനയോടുള്ള എൻ്റെ കൺസിഡറേഷൻ കൊണ്ടാണെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ പുള്ളിക്കാരത്തിയോട് പറഞ്ഞു, ഓമനി കരിസ്മ ഉണ്ട്, പക്ഷെ സ്വഭാവ ഗുണം എൻ്റെ നല്ല ഗുണം എനിക്കാണുള്ളത്. ഓമനയ്ക്ക്
വലിയ ഗുണമൊന്നുമില്ല, പക്ഷെ കരിസ്മ മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവ് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അതാണ് ഞങ്ങളുടെ ഏതായാലും ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, ഇത്രയും നടത്തിയ ദൈവത്തിന്. പിന്നെ നിങ്ങൾ ഓരോരുത്തരും തന്ന എല്ലാ കരുതലിനും സ്നേഹത്തിനും ഈ അവസരങ്ങൾക്കൊക്കെ നന്ദി പറയുന്നു. പണ്ട് മുതലേ ഞാൻ ഈ CMS കോളേജിലെ ഇങ്ങനെ മീറ്റിങ്ങിനൊക്കെ വരുമ്പോൾ പലപ്പോഴും ചെറിയ പാട്ടുകളൊക്കെ പാടാൻ ഓരോരുത്തരും അനുവാദമൊക്കെ തന്നിട്ടുണ്ട്. അതുപോലെ ഒരു 4 വരി പാട്ട്, ഒരു നിങ്ങളാരും വഴക്ക് പറയാതിരിക്കാൻ ആർക്കും അറിയാൻ വയ്യാത്തൊരു ഹിന്ദി പാട്ടിന് 4 ഇതെല്ലാം രാജൻ സാറോ വല്ലതും ഉള്ളൂ അത് പിടിക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ. തെറ്റാണെന്ന് വിചാരിച്ച് പറയും. ചുമ്മാ ഒന്ന് പാട്ട് പാടാൻ ട്രൈ ചെയ്യാം, ശബ്ദം എത്രത്തോളം വരുന്നത് അനുസരിച്ച്. പഴയ പാട്ടാണേ. हमको मन की शक्ति दे, हमको जय करे, दूसरों को जैसे पहले खुद को जय करे. हमको मन की शक्ति दे, फूल कोई दूसरों को माफ कर सके, मन की हर गुनाहों को साफ कर सके. हम गरीबों की कोई सहारा दे सके, हमको मन की शक्ति दे. धन्यवाद के साथ स्तुति सच्चा तेरे बेशुमार, योग्यता से बढ़ के दिया, अपनी दया से मिला मुझे. सेवा पूरी करके पाऊं, दया से भरोसा धन्यवाद. हमको मन की शक्ति दे, हमको जय करे, दूसरों को जैसे पहले खुद को जय करे. हमको मन की शक्ति दे. ആദരണീയരായ CMS കോളേജിലെ അധ്യാപകരാകാനും അധ്യാപകരുടെ സ്പൗസസ് ആകാനും മഹാഭാഗ്യം ലഭിച്ച എൻ്റെ ആദരണീയരായ പ്രിയപ്പെട്ടവരായ എല്ലാവരും. ആദരണീയരായ എന്നുള്ളത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാണ്. കാരണം തിരുവചനത്തിലെ ഒരു വാക്യം ഇപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോരുന്നപ്പോൾ എൻ്റെ മനസ്സിൽ ഫ്ലാഷ് ചെയ്തു വന്നു. നിങ്ങളിൽ മൂത്തവൻ ഇളയവനെ പോലെയും നായകൻ ശുശ്രൂഷകനെ പോലെയും ആകട്ടെ എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ളതാണ്. അതിപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഇപ്പോൾ വന്നതേ ഉള്ളൂ. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഇതുപോലുള്ള വേദവാക്യങ്ങളോ ഗീതാവാക്യങ്ങളോ ഒക്കെ ഇരച്ചു കയറി വരുന്ന ഒരു പ്രായത്തിലും ഒരു ജീവിത സാഹചര്യത്തിലും സിറ്റുവേഷനിലുമാണ് എല്ലാവരും. റെമിനിസൻസസ് എന്നുള്ളതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കി അതിനോട് ആ വാക്കിനോട് നീതി പുലർത്തിയായിരിക്കണമെന്നില്ല എൻ്റെ എളിയ ഷെയറിങ്. വാട്ട് എവർ കംസ് ടു മൈ മൈൻഡ് അറ്റ് റാൻഡം ഐ സിംപ്ലി ഷെയർ വിത്ത് യു ആസ് യു ആർ സോ ബിലവഡ് ആൻഡ് ഡിയർ ടു മീ വിത്ത് അറ്റ്മോസ്റ്റ് റെസ്പെക്റ്റ്. ഞാൻ പറയുന്നത് പോലെയോ അതിൽ വളരെ ഉന്നതമായ രീതിയിലോ ക്യാപ്ചറിങ് ആയിട്ടുള്ള രീതിയിൽ പറയുവാൻ പ്രാപ്തരായിട്ടുള്ളവരാണ് ഞാൻ പഠിപ്പിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഏതാനും പേര് കൂടി ഇരിക്കുന്നവർ ഉൾപ്പെടെ. എന്നേക്കാൾ ഉന്നത സ്ഥാനം എത്തിയോരും പല രീതിയിൽ വളരെ ക്രെഡിറ്റബിളായിട്ടുള്ള നിയോഗം നിവർത്തീകരണം ഈ ലോകത്തിൽ നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നവരാണ് എല്ലാവരും അവരുടേതായ രീതിയിൽ അവരുടേതായ സാഹചര്യത്തിൽ. അതുകൊണ്ട് ഞാൻ അക്ഷരാർത്ഥത്തിൽ തന്നെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ആദരവെന്നും ഒക്കെ പറഞ്ഞ വാക്കുക. അല്ലാതെ കാഷ്വലായിട്ട് സൂപ്പർഫ്ലുവസ് ആയിട്ട് പറയുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. പറയുന്നത്
ഹൃദയത്തിൽ നിറഞ്ഞു കവിയുന്നതായിരിക്കണം എല്ലോ. എനിക്ക് മോഹൻ അങ്ങോട്ട് പോയി അത്യാവശ്യ കാരണത്താൽ ഓമനെ എനിക്ക് അഷുറൻസ് തന്നു, സാറ് വരുന്നതിൽ പ്രതിഷേധിച്ചോ സങ്കടപ്പെടല്ല അങ്ങ് പോയെന്നുള്ളത്. അങ്ങനെ പോവുകയില്ല. മോഹൻ ഈസ് ഓൾസോ സോ ഡിയർ ടു മീ ആൻഡ് ഹീസ് ബിലവഡ് സൺ മോന വാസ് വൺ ഓഫ് മൈ വെരി ബിലവഡ് ബ്ലസ്സഡ് സ്റ്റുഡൻസ്. പലതരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. ഐ യൂസ് ടു വിസിറ്റ് ദം ഫ്രീക്വൻ്റ്ലി ഓൺ മൈ ബൈസിക്കിൾ ഇൻ ദ മോർണിംഗ് സെവറൽ ടൈംസ്. ഐ ഹോൾഡ് ദം ഇൻ ഹൈ എസ്റ്റീം. മോഹനിൽ നിന്നും ഓമനയിൽ നിന്നും അവരുടെ കുടുംബജീവിതത്തെ പറ്റി നമുക്ക് കൂടുതലൊന്നും എത്തി നോക്കാനുള്ള അവസരം കിട്ടുകയില്ല, അതറിയത്തില്ല. പക്ഷെങ്കിൽ ഞങ്ങൾക്ക് അറിയാവുന്നിടത്തോളം കാലം, അറിയാവുന്നിടത്തോളം മ്യൂച്വലി എൻറിച്ചിങ് ആൻഡ് മ്യൂച്വലി അണ്ടർസ്റ്റാൻഡിങ്, ആ രീതിയിൽ ആ പ്രദേശത്ത് ചുറ്റുപാടും നന്മയുടെ വെളിച്ചം പ്രസരിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നവരാണ്. ഈ 50-ാം വിവാഹ വാർഷികത്തിൽ ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം എടുത്തു. റെമിനസൻസ് എന്നുള്ളത് ഞാൻ പറഞ്ഞാൽ 1965 ജൂൺ 7-ാം തീയതി പഠിപ്പീര് തുടങ്ങിയിട്ട് 1966 ജൂണിൽ CMS കോളേജിൽ വന്ന് അത് തുടർന്നു. 69, 70, 71, 70 ഏർലി 70s റെമിനിസൻസിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ കാട് കയറി ഒത്തിരി പറഞ്ഞു പോകും. അതുകൊണ്ട് വേണ്ട എന്ന് മനഃപൂർവ്വം വെച്ചത്. എനിക്ക് ദൈവം തോന്നിക്കുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നു. ആ രീതിയിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഏവർക്കും, പ്രത്യേകിച്ച് മോഹനും മോനായിക്കും ഈ വരും വർഷങ്ങളൊക്കെയും ഒത്തിരി കൃപകൾ കിട്ടിയതാണ്. നമ്മൾ ഏത് വിശ്വാസത്തിലായാലും, ഏത് സഭയിലായാലും, ഏത് മതത്തിലായാലും ഇവിടെ ഇരിക്കുന്നവരൊക്കെയും എക്സെപ്ഷണലി ബ്ലസ്സഡ് ആണ്. എക്സെപ്ഷണലി ബ്ലസ്സഡ് ആകുന്നുള്ളതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ 1, 2, 3, 4 ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ പറയാൻ നോക്കും. നമ്മൾ ഇന്ന് ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്ന ദിവസവും കൂടെയാണ്. നമ്മൾ ബംഗ്ലാദേശിലല്ല, പാകിസ്ഥാനിലല്ല, യമനിലല്ല, ഇറാനിലല്ല, യുക്രൈനിലല്ല, റഷ്യയിലല്ല, ഇതുപോലെ പറയാവുന്ന ഒത്തിരി ഇസ്രായേലിലല്ല, ഗാസയിലല്ല. നമ്മൾ അനുഗ്രഹീതരായിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നെ യുദ്ധ സാഹചര്യങ്ങളൊക്കെ വന്നാൽ പോലും ഏറ്റവും സേഫ്റ്റി സോണിലായിരിക്കുന്ന ഒരു കൂട്ടരാണ് കേരളത്തിലും കോട്ടയത്തും ഒക്കെ ഉള്ളവർ. അപ്പോൾ അത് തന്നെ ദ ഡിവൈൻ പ്രൊട്ടക്ഷൻ ആൻഡ് കെയർ എന്നുള്ളതാണ്. ഒറ്റ 2 വാക്കിൽ പറഞ്ഞാൽ വി ഹാവ് ഓൾ ബീൻ എൻജോയിങ് ബൈ ദ ഗ്രേസ് ഓഫ് ഗോഡ് എന്നുള്ളത് പലതവണ അടിവരയിട്ട് ഞാൻ പറയും. നമ്മുടെ മിടുക്കും സാമർഥ്യവും ഒന്നുമല്ല. CMS കോളേജിലെ അധ്യാപകനാകാനും അധ്യാപകയാകാനും ഒക്കെ മഹാഭാഗ്യം കിട്ടിയത് ദൈവകൃപയാണ്, മറ്റൊന്നുമല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊക്കെ നമ്മുടെ ജന്മനിമിഷം മുതൽ ജോസഫ് വർഗീസ് സാറിനെ ആദരിച്ചുകൊണ്ട് ജനറ്റിക്കൽ ഫാക്ടറിലൊന്നും കയറുകയല്ല. വെറും 0.0025 to 0.0042 മില്ലിഗ്രാം വെയിറ്റ് ഉള്ള ആ സൈഗോട്ട് സ്റ്റേജിൽ മുതൽ ഇപ്പോൾ നമ്മൾ 50s-ലോ 60s-ലോ 70s-ലോ 80s-ലോ, എന്നെ പോലെ എൻ്റെ കൂട്ടുകാരെല്ലാം ഉണ്ട് 80s-ലായിരിക്കുന്നവരോട്, 80s-ലോ ആയിരിക്കുന്നതൊക്കെയും അത് മുതൽ ഇങ്ങോട്ട് മോഹൻ പറഞ്ഞു 54 കിലോ മുളക് ഓരോരുത്തർക്ക് വേണ്ടേ. അപ്പോൾ ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് സെൽസ്, ഹെൽത്തി സെൽസായിട്ട് ഇവിടെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ സാധിച്ചെന്നുള്ളത് മഹാഭാഗ്യം, അല്ലെങ്കിൽ ഈശ്വരകൃപയല്ലെങ്കിൽ ദൈവകൃപയല്ലെങ്കിൽ മറ്റൊന്നുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിങ്ങളാരും വിശ്വസിക്കുന്നില്ലെന്നും എനിക്കറിയാം. എല്ലാ അനുഗ്രഹങ്ങളും ആ ഈശ്വരകൃപയും ദൈവത്തിൻ്റെ the immense grace of God may lavish incessantly on all of us sitting here, our families, our children and our grandchildren, and our dear friends who could not be present here now. എന്ന പ്രാർത്ഥനയോടെ ഞാൻ ആദരപൂർവ്വം എൻ്റെ എളിയ വാക്കുകൾ ചുരുക്കുന്നു. May God bless all of us and all the Keralites, all the Indians, all the people in the global fraternity. Thank you. ഉദ്ദേശിച്ച സമയത്ത് നമ്മുടെ അച്ചീവേഴ്സ് എത്താത്തതുകൊണ്ടാണ് ഞങ്ങളെ ഫില്ലറായിട്ട് ചേർത്തിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു പാട്ട് പാടാൻ ശ്രമിക്കാം. കൂടെ ജോയിൻ ചെയ്യാവുന്നവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി ചെയ്തൊരു നന്മ
ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ, യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. സത്യദൈവത്തിൻ ഏകപുത്രനായി നിന്നെ വിശ്വസിക്കുന്നു ഞാൻ. വരും കാലമൊക്കെയും നിൻ കൃപാവരങ്ങൾ ചൊരിയുക എന്ന്. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നും നന്ദി ചൊല്ലുന്നു ഞാൻ. താങ്ക് യു. അതൊരു ചെയ്തായിരുന്നു, എന്തോ പറയണം എന്ന് പറഞ്ഞു വിളിക്കുക. പിന്നെ സുസൻ സാബ് എന്ത് പറഞ്ഞാലും ചെയ്യണമെന്നുണ്ട്. ഈ ഒരു പരിപാടിയിൽ ഞാനെങ്ങനെ വന്നു എന്നൊരു പക്ഷേ വിശദീകരിക്കേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാര്യം പറഞ്ഞോ? എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ഫാദർ വീട്ടിൽ പറയുന്നൊരു തമാശ, ഈശോമോൻ സാറിൻ്റെ ജനറേഷനിലുള്ള ആൾക്കാരെ അവരെ പേര് വിളിക്കാൻ എനിക്ക് സാധിക്കും, കാരണം അവരുടെ ഉപ്പാപ്പൻ്റെ സ്ഥാനത്താണ് ഞാൻ നിൽക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞു സാർ. അപ്പം അതെല്ലാം പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് ഒരു കാര്യം ഇന്ന് സാറ് പ്രത്യേകമായിട്ട് വരണമെന്ന് പറഞ്ഞത്. ഞാനും വൈഫും കൂടെ വരണമെന്നാണ് സാർ ആവശ്യപ്പെട്ടത്. ബിഷപ്പ് കോളേജിലെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ്റെ ഭാഗമാകേണ്ടതുകൊണ്ട് അനുവിന് വരാൻ സാധിച്ചില്ല. ഞാനും കോളേജിലെ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്തിട്ടാണ് വരുന്നത്. ഒരുപക്ഷെ എന്നെ നല്ലോണം അറിയാവുന്നവർ വിശ്വസിക്കുകയില്ലായിരിക്കും, ഞാനിന്ന് ഒരു മാരത്തോൺ ഓടിയിട്ടുകൂടെയാണ് വരുന്നത്. ഇന്ന് CMS കോളേജും ഹൊറൈസൺ മോട്ടോഴ്സും കൂടി അറേഞ്ച് ചെയ്യുന്ന ഒരു മാരത്തൺ ഉണ്ടായിരുന്നു. 10 കിലോമീറ്റർ ഓടണം. ഞാൻ 10 കിലോമീറ്ററോളം നടന്നിട്ടാണ് വരുന്നത്. വളരെ രസകരമായൊരു സംഭവമായിരുന്നു. വളരെ സന്തോഷമുണ്ട്. സുസൻ മിസ് പറഞ്ഞതുപോലെ താമസിയാതെ ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമാകും. ഞാൻ 2026-ലാണ് റിട്ടയർ ചെയ്യുന്നത്. അപ്പം ഒരുപക്ഷെ എൻ്റെ ഒരു റിട്ടയർമെൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു ജനറേഷൻ എൻഡ് ചെയ്യുകയാണെന്ന് പറയാം എനിക്ക്. കാരണം ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സിനി നമ്മെ വിട്ടുപോയി. സിനിയുടെ റിട്ടയർമെൻറ്റ് ഈ വർഷം ആയിരുന്നു, 2025-ലായിരുന്നു. അതിൻ്റെ പിറ്റേ വർഷം ഞാൻ വിരമിക്കുന്നു. അങ്ങനെ ഞങ്ങളുടെ ഏജൻറ്റ് റിട്ടയർമെൻറ്റ് ഡേറ്റ് വരുന്നത്. ശരിക്കും അതോടുകൂടെ CMS കോളേജിലെ അപ്പോയിൻമെൻറ്റ് ബാനിന് മുമ്പുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് മുഴുവൻ മാറുകയാണ്. പിന്നീട് 11 വർഷങ്ങൾക്ക് ശേഷമാണ് കോളേജിൽ പിന്നീട് അപ്പോയിൻമെൻ്റ് ഉണ്ടാകുന്നത്. ആ ഒരു പ്രയാസം കോളേജിലെ വെറ്ററൻസായ നിങ്ങൾക്ക് ഈ ഒരു ഗ്രൂപ്പിന് ഒത്തിരി സെൻസ് ചെയ്തിട്ടുണ്ടെന്നറിയാം. കാരണം കോളേജിലെ പ്രോഗ്രാമിനൊക്കെ വരുമ്പോൾ പരിചയമുള്ള മുഖങ്ങൾ കുറഞ്ഞു വരികയാണ്. നേരത്തെ ഒരിക്കലും അതുണ്ടാവുകയില്ലായിരുന്നു. വിരമിച്ച അധ്യാപകർ വരുമ്പോൾ അവർക്ക് തൊട്ട് താഴെയുള്ളവർ, അവർക്ക് പരിചയപ്പെടുത്താൻ പറ്റുന്ന താഴത്തെ ജനറേഷൻ, അങ്ങനെ ആ ഒരു ലൈൻ കണ്ടിന്യൂ ചെയ്യുമായിരുന്നു. പക്ഷേ ആ ഒരു സാഹചര്യം മാറുകയാണ്. എങ്കിലും കോളേജ് മുമ്പോട്ട് പോകുന്നതിന് അതിൻ്റെ ആ ഒരു സ്പിരിറ്റിൽ വെറ്ററൻ ടീച്ചേഴ്സിന് വലിയൊരു സ്ഥാനമുണ്ട്. ഞങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന വിദ്യാർത്ഥികളെ വരെ
മുൻപ് പഠിപ്പിച്ച അധ്യാപകരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് പരിചയമുള്ള മുഖങ്ങളില്ല എങ്കിലും പരിചിതമായ അന്തരീക്ഷം ഒരിക്കലും നമുക്ക് ആർക്കും അന്യമാകരുത്. ദയവ് ചെയ്ത് CMS കോളേജുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ നമുക്ക് എല്ലാവർക്കും നിൽക്കണം, മുമ്പോട്ട് പോകണം. കോളേജിൽ ഇന്നത്തെ സാഹചര്യത്തെക്കുറിച്ച് സൂസൻ മാം ഇപ്പോൾ പരാമർശിച്ചു. നമ്മുടെ പല കെട്ടിടങ്ങളും ബലക്ഷയം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ പുറകുവശം ഈർപ്പം ഭിത്തിക്കകത്ത് കയറി കുമ്മായവും വെട്ടുകല്ലുമാണ് ഒരു ഭാഗം പോയി. സ്ട്രക്ചറലായിട്ട് അപകടമൊന്നുമില്ല, എഞ്ചിനീയേഴ്സ് സർട്ടിഫൈ ചെയ്തു, എങ്കിലും ഒരു ഭീഷണിയാണത്. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൻ്റെ പ്രിൻസിപ്പൽ സൈഡ് ആ പുറകുവശത്തെ ആ വരാന്തയുടെ ഒരു ഭാഗം നേരെ താഴോട്ട് പോരുകയായിരുന്നു. രാത്രി ആയതുകൊണ്ട് ആളപായമൊന്നും ഉണ്ടായില്ല എന്ന് പറയാം. മാത്തമാറ്റിക്സ് മലയാളം ബ്ലോക്ക് ഇന്നവിടെ വിദ്യാർത്ഥികളെ ഇരുത്തുന്നില്ല. മാത്സ് ഡിപ്പാർട്ട്മെൻറ്റും മലയാളം ഡിപ്പാർട്ട്മെൻറ്റും അവിടെ നിന്ന് മാറ്റി. രജിസ്ട്രാറിൻ്റെ സമയത്ത് പണി പൂർത്തീകരിച്ച റെവറൻഡ് ജോസഫിൻ ഹാളിലാണ് അതിൻ്റെ മുകൾ വശം പാർട്ടീഷൻ ചെയ്താണ് ഇന്ന് അവിടെ ക്ലാസ്സുകൾ നടത്തുന്നത്. കോളേജിൽ അവൈലബിൾ ആകാൻ സാധിക്കുന്ന എല്ലാ മുറികളും, ഈവൻ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിന്റെ പുറകിലുള്ള കെമിസ്ട്രി അനക്സിലെ ഒരു ലേഡീസ് വെയിറ്റിംഗ് റൂം പോലും ഇന്ന് ക്ലാസ് റൂമായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു അവസ്ഥ ഇത് ഒരു റിയാലിറ്റിയാണ്. ലൈബ്രറി ബിൽഡിംഗ് ബലക്ഷയം സംഭവിച്ചു. ലൈബ്രറിയിലെ ബുക്സ് അവിടുന്ന് മാറ്റി, കാരണം അത്രയും വെയിറ്റ് താങ്ങാൻ സാധിക്കുന്നില്ല. പ്രിൻസിപ്പൽസ് ഹൗസിലേക്ക് തൽക്കാലം മാറ്റി വെച്ചുകൊണ്ട് ആ ബിൽഡിംഗ് സ്ട്രെങ്തൻ ചെയ്യുകയാണ്. ഇവിടെ കോളേജ് പുതിയ കാര്യങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ റജി സാറിനെ പോലുള്ള സപ്പോർട്ട് ഓർക്കുകയാണ്. ഇപ്പോൾ ഈ സമയത്ത് പുതിയ ക്ലാസ് റൂംസ് ആവശ്യമുള്ളപ്പോൾ റജി സാറാണ് മുമ്പിൽ നിന്നുകൊണ്ട് ഡയസിന്റെ ഏതൊക്കെ ബിൽഡിങ്സ് നമുക്ക് അവൈലബിൾ ആക്കാൻ സാധിക്കും എന്ന് ശ്രമിക്കുന്നത്, ആ ബിൽഡിങ്സ് പോയി വിസിറ്റ് ചെയ്ത് നോക്കുന്നത്. എല്ലാ ഓപ്ഷൻസും നമ്മൾ നോക്കുകയാണ്. അതുകൊണ്ട് CMS കോളേജിനെ അറിയാവുന്ന നമ്മളാരും നമ്മളുടെ എല്ലാ വികാരങ്ങളിൽ കോളേജ് ഉണ്ടാവണം. കോളേജിന് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. കോളേജിന് വേണ്ട സപ്പോർട്ട് നിങ്ങളെല്ലാവരും നൽകണമെന്ന് ഇന്നത്തെ ജനറേഷനിൽ നിന്നുകൊണ്ട് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ്. ഇന്ന് CMS കോളേജിന് നേതൃത്വം കൊടുക്കുന്നത് ഡോക്ടർ അഞ്ജു ശോസൻ ജോർജ്, ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർ ജോർജ് കുര്യൻ സാറിന്റെ മകളാണ്. അഞ്ജുവിൻ്റെ പേരിലും കോളേജിൽ ഇന്നത്തെ ജനറേഷനിലുള്ള എല്ലാവരുടെയും പേരിലുമുള്ള ഗ്രീറ്റിംഗ്സ്. ഇൻഡിപെൻഡൻസ് ഡേയുടെ എല്ലാ നന്മകളും സന്തോഷവും ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി. എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും എൻ്റെ അധ്യാപകർക്കും ആശംസകൾ അർപ്പിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിക്കുന്നു. അച്ചീവേഴ്സായിട്ട് ഈ പ്രാവശ്യം ഐഡൻറ്റിഫൈ ചെയ്തിരിക്കുന്ന മാന്യദേഹങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതിൻ്റെ സെലക്ഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിട്ടയർ ചെയ്ത എല്ലാവരും തന്നെ അച്ചീവേഴ്സാണ്. ഓരോ വർഷവും ഓരോ കാരണങ്ങൾ കണ്ടുപിടിച്ച് ഓരോ 1-2 ആൾക്കാരെ തിരഞ്ഞെടുത്ത് ആദരിക്കുക. എല്ലാവർക്കും ടേൺ വരുന്നതാണ്. എല്ലാവരും ഒന്നിച്ച് ചെയ്യാതെ പല പ്രാവശ്യമായിട്ട് ചെയ്യുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വേദിയിൽ ഇരിക്കുന്നവർ മാത്രമല്ല, സദസ്സിലുള്ളവരും എല്ലാവരും തന്നെ അച്ചീവേഴ്സാണ്. അത് എന്നെ റെക്കഗ്നൈസ് ചെയ്തില്ല അല്ലെ മറ്റേ ആളെ ചെയ്തു എന്നുള്ളൊരു തോന്നലുണ്ടാവരുത്. എല്ലാവരും അച്ചീവേഴ്സാണ്. അതിൽ ഓരോ പ്രാവശ്യം ഓരോ പ്രത്യേക കാരണങ്ങൾ കണ്ടുപിടിച്ച് അങ്ങനെ ആദരിക്കുന്നതാണ്. ആദ്യമായി നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ളത് ഡോക്ടർ ആലീസ് കെ തോമസും ആൻഡ് പ്രൊഫസർ സി മാമച്ചൻ. എല്ലാവർക്കും പരിചയമുള്ള ആൾക്കാരാണ് രണ്ടുപേരും. 2 വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവരാണ്. ഒരു സ്പെഷ്യൽ കപ്പിളായിട്ട് നമുക്ക് പറയാം അവരെ. ഒരു സ്ട്രേഞ്ച് കോമ്പിനേഷനാണ് അവസരം. ഒരാൾ ലൈഫ് സയൻസും ഒരാൾ ആർട്സും. ഈ 2 വ്യത്യസ്ത മേഖലകളിൽ പ്രാവീണ്യം തെളിയിച്ചവരാണ്. ഇവർ
ന്യായമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചില പ്രശ്നങ്ങളുണ്ടാകാം. രണ്ടും രണ്ട് രീതിയിൽ ചിന്തിക്കുന്ന വിഭാഗങ്ങളാണ്. ചിന്തിക്കുന്ന രീതി തന്നെ വ്യത്യാസമാണ്. പക്ഷേ ഇത്രയും നാളായിട്ട് അവരൊന്നിച്ച് ചിന്തിച്ച് ഒന്നിച്ച് കൂട്ടായ പ്രവർത്തനങ്ങൾക്കും കൂടെ പല വിജയങ്ങൾ നേടിയെടുക്കുന്ന ഒരു കപ്പിളാണ്. അത് വളരെയധികം അനുകരണീയമായ ഒരു മാതൃകയാണ്. ഒരു ഐഡിയൽ കപ്പിൾ, ലിവിങ് ഫോർ ദ സൊസൈറ്റി എന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ പറ്റി പറയാൻ സാധിക്കും. ഇവരുടെ ഒരു പ്രത്യേകത, they will dare into challenging areas. സാധാരണഗതിയിൽ ആൾക്കാർ വെഞ്ചർ ചെയ്യാത്ത അല്ലെങ്കിൽ ഭാഗഭാക്കാകാൻ ശ്രമിക്കാത്ത മേഖലകളിലാണ് അവരുടെ പ്രവർത്തന മേഖലയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അഡിക്ഷൻ അല്ലെങ്കിൽ ആൽക്കഹോളിക്സ് അല്ലെങ്കിൽ പലതരത്തിലുള്ള അഡിക്ഷനാണ്. അതിൽ അടിമപ്പെട്ടവരെ ശുശ്രൂഷിക്കാനും അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനും ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായൊരു കാര്യമാണ്. പലർക്കും പല സമയങ്ങളിലും നമുക്ക് തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതാണ്. അവിടെ നോർമലി ആരും തന്നെ അതിനകത്തോട്ട് വെഞ്ചർ ചെയ്യാറില്ല. അങ്ങനെയുള്ള ഒരു മേഖലയിലേക്കാണ് മാവച്ചൻ സാറ് ആലീസ് ടീച്ചറും വെഞ്ചർ ചെയ്തിരിക്കുന്നത്. അവർ പ്രശ്നങ്ങളുടെ കൂടെ നടക്കാൻ, പ്രശ്നത്തിലായവരെ സംരക്ഷിക്കുവാനും അവർക്ക് വേണ്ട കൈത്താങ്ങൽ കൊടുക്കുവാനും ഉള്ള ശ്രമമാണ് വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. മാവച്ചൻ സാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സമൂഹത്തിൽ മാത്രമല്ല സഭയിലും തിരുത്തലുകൾ വേണ്ടിടത്ത് ഇൻ്റർവ്യൂൻ ചെയ്യാനായിട്ട് ധൈര്യമായിട്ട് മുന്നിട്ടിറങ്ങുന്ന ഒരു വ്യക്തിയാണ്. സഭയിലുള്ള ചില തെറ്റായ ചില രീതികളൊക്കെ മാറ്റാനാണ് വളരെ ശക്തമായ പ്രതികരിക്കാനുള്ള ശേഷിയും അതിനുള്ള തൻ്റെ ഇടവുമുള്ള ഒരു വ്യക്തിയാണ്. ഈ ലഹരി ഉപയോഗം അല്ലെങ്കിൽ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു രോഗമാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു കപ്പിളാണ് അവർ. രോഗമാണെങ്കിൽ അതിന് ചികിത്സ വേണം. ആ ചികിത്സയ്ക്ക് ശേഷം അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യണം. അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കണം. ഇതിനൊരു സപ്പോർട്ട് മെക്കാനിസവും കൂടെ ചേർത്താണ് അവരുടെ പ്രവർത്തന മേഖല. അഗതി മന്ദിരവുമായിട്ട് ബന്ധപ്പെട്ട് പകരം അഗതി മന്ദിരത്തിൻ്റെ ടെമ്പറൻസ് മൂവ്മെൻറ്റിൻ്റെ കോർഡിനേറ്ററായിട്ടാണ് മാവച്ചൻ സാർ പ്രവർത്തിക്കുന്നത്. അതോടൊപ്പം അത് മാത്രമല്ല ഉള്ളത്, പുതുപ്പള്ളി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ചിൻ്റെ അവിടെ ഇതുപോലെ ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഒരു ദേഹം കൂടിയാണ്. ഓർത്തഡോക്സുകാരനല്ലെങ്കിലും ഓർത്തഡോക്സ് സഭയുടെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് മാവച്ചൻ സാർ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് ഒരു 6-7 പേര് ചേർന്നാണ് ആ ഒരു പ്രവർത്തനം അവിടെ തുടങ്ങിയത്. ആ പ്രവർത്തനത്തിലൂടെ അനേകം പേർക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുവാനും അവർക്ക് വേണ്ട ഇത് കഴിഞ്ഞിച്ച് അവരുടെ റീഹാബിലിറ്റേഷന് വേണ്ട സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കുവാനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അതായത് ഈ ഒരു സാമൂഹ്യ തിന്മയ്ക്കെതിരെ ശക്തമായി പ്രവർത്തിക്കുവാനുള്ള തൻ്റെ ഇടവും അതിനുള്ള ആർജവും അതിനുള്ള വ്യക്തതയുമുള്ള ഒരു ദേഹമാണ് പ്രിയപ്പെട്ട മാവച്ചൻ സാർ. മന്ദിരം സൊസൈറ്റിയുടെ മന്ദിരം കമ്മിറ്റിയിൽ സാറുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാനായിട്ട് എനിക്കും സാധിക്കുന്നുണ്ട്. അതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ആലീസ് ടീച്ചറിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മാവച്ചൻ സാറിനുള്ള സപ്പോർട്ട് മാത്രമല്ല ഉള്ളത്. മന്ദിരത്തിലൊരു ബാലിക മന്ദിരമാണ്. അത് ഓർഫൻ ഗേൾസിനെയാണ് അവിടെ ആദ്യമേ പ്രവേശിപ്പിച്ചിരുന്നത്. ഇപ്പോൾ അത് ഗവൺമെൻറ് കൺട്രോൾ ആയതുകൊണ്ട് ഗവൺമെൻറ് CWCന്ന് കുട്ടികളെ വിടും, ഇതിൽ പ്രശ്നത്തിലുള്ള കുട്ടികളെ വിടും. അങ്ങനെയുള്ള കുട്ടികളാണ് ഇപ്പോൾ കൂടുതലുള്ളത്. മന്ദിരത്തിൽ ഓർഫനായിട്ട് വന്ന 2 കുട്ടികൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ബാക്കി 14 കുട്ടികളുണ്ട്. ഈ പ്രവർത്തനത്തിൻ്റെ ബാലിക മന്ദിരത്തിൻ്റെ സൂപ്രണ്ടായിട്ട് ദീർഘവർഷങ്ങളായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ വെൽഫെയറും അവരുടെ ബാക്കി കാര്യങ്ങളും എല്ലാം ശ്രദ്ധിക്കുന്നത് ആലീസ് ടീച്ചറാണ്. മാത്രമല്ല മന്ദിരം ഫെലോഷിപ്പ് മെമ്പറാണ്. അതുപോലെ മന്ദിരത്തിൽ പെയ്ഡ് ഹോംസ് ഉണ്ട്. അതായത് റിട്ടയർമെൻറ്റിന് ശേഷം സപ്പോർട്ട് ആവശ്യമുള്ളവരും അല്ലെങ്കിൽ കുട്ടികൾ നാട്ടിലില്ലാത്ത അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ അവിടെ പെയ്ഡ് ഹോംസിൽ താമസിക്കുന്നുണ്ട്. അവരുടെ ഇടയിലുള്ള ചില ഫെലോഷിപ്പ് പ്രവർത്തനം അല്ലെങ്കിൽ ബൈബിൾ സ്റ്റഡി ഗ്രൂപ്പ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ നേതൃത്വം നൽകുന്നുണ്ട്. അതുപോലെ ഫെലോഷിപ്പ് മെമ്പറാണ്
ഇങ്ങനെ പല രീതിയിലുള്ള, അതുപോലെ ഹോസ്പീസ് പ്രവർത്തനം, അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയർ വോളണ്ടിയേഴ്സ് ഇവർ പല ബാച്ചസ് ആയിട്ട് അവർ പല ഭവനങ്ങൾ സന്ദർശിക്കുകയും അവിടുന്ന് ശുശ്രൂഷ ആവശ്യമുള്ളവർക്ക് അത് കൊടുക്കുകയും തീർത്തും ബുദ്ധിമുട്ടിലായവരെ, സാമ്പത്തികമായിട്ടും ബുദ്ധിമുട്ടായവരെ മന്ദിരത്തിൽ കൊണ്ടുവന്ന് ഹോസ്പീസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുണ്ട്. അതായത് ടെർമിനലി ഇല്ലായിട്ടുള്ള ആൾക്കാർ, അവരെ അവിടെ താമസിപ്പിച്ച് മരണം വരെ അവർക്ക് ഫ്രീ ആയിട്ടുള്ള ശുശ്രൂഷ നൽകുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം. ഇതിലെല്ലാം വളരെ ശക്തമായിട്ട് പ്രവർത്തിക്കുന്ന മാന്യദേഹമാണ് അലക്സ് ടീച്ചർ. രണ്ടുപേരും രണ്ട് മേഖലകളിൽ, എന്നാൽ സോഷ്യലായിട്ടുള്ള വളരെ റെലവൻ്റ് ആയിട്ടുള്ള മേഖലകളിൽ ശക്തമായി പ്രവർത്തിക്കുന്നു. അവർക്ക് വേണ്ടുന്ന എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. വന്യ ഗുരുഭൂതരെ നന്ദി നന്ദി നന്ദി. വിശപ്പിന് തൊട്ട് മുമ്പും ഒരു കാത്തിരിപ്പിന് പറ്റിയ പ്രായമല്ലാത്തത് കൊണ്ടും എൻ്റെ വാക്കുകൾ പരിമിതപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേറ്ററിംഗുകാർ പ്രത്യേകം ശ്രദ്ധിക്കണം. പുതുപ്പള്ളിയിൽ ഞാൻ 10 വർഷം മുമ്പ്, കൃത്യമായി 2014 ഏപ്രിൽ 20 മദ്യമുക്തി എന്ന് പറഞ്ഞ ഒരു സംഘം കൂടി. അത് കൂടാനുണ്ടായ 2-3 കാരണങ്ങൾ ഇപ്പോൾ ഈ 2 വാക്യങ്ങളിൽ പറയുന്നു. ഒന്ന്, അവിടെ ഒരു നീതി മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നു. അവിടെ ഒരു പെൺകുട്ടി 10 വർഷമായി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ ഒരു ദിവസം കടയിൽ വൈകുന്നേരം 6:30 ആയിട്ടും പോകുന്നില്ല. 5:30 പോകുന്ന പെൺകുട്ടി പോകാതെ നിൽക്കുകയാണ്. മുതലാളി ചോദിച്ചു, എന്തേ നീ പോകാത്തത്? അവൾ പറഞ്ഞു, ഞാനിന്ന് പോകുന്നില്ല. എന്തേ? ഇന്നലെ എനിക്ക് വേണ്ടതിലധികം കിട്ടി. എൻ്റെ മുഖത്തെ പാട് കണ്ടില്ലേ? ഈ വസ്ത്രം മാറ്റിയാൽ കറുത്ത പാടുകളേ ഉള്ളൂ. ഇന്ന് രാവിലെയും അദ്ദേഹം എന്നെ കുതിര തല്ലി. കുടിച്ച് അക്രമാസക്തി കാണിക്കുന്ന ഭർത്താവിൻ്റെ അടുത്തേക്ക് ഞാൻ പോകുന്നില്ല, ഞാൻ ഈ കടയിൽ കിടന്നുകൊള്ളാം. ആ മുതലാളി പറഞ്ഞു, നിന്നെ അങ്ങനെ കടയിലിട്ടിച്ച് എനിക്ക് കടയടച്ച് പോകാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാം. ഇന്ന് രാത്രി നീ വീട്ടിലേക്ക് പോവുക, നാളെ രാവിലെ ഞാൻ എൻ്റെ വീട്ടിലെത്താമെന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ പിറ്റേന്ന് രാവിലെ അദ്ദേഹം, ആ രാത്രി തന്നെ അദ്ദേഹം എന്നെ വന്ന് കണ്ടു. ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ആ ഭവനത്തിലെത്തി. ആ ആളുമായി ഇടപെട്ടു. ആ ആൾ ലഹരിയിൽ നിന്ന് മാറി നിന്നു. 3 വർഷം വരെ നിന്നു. 3 വർഷത്തിന് ശേഷവും വീണ്ടും എൻ്റെ കൈവിട്ടു പോയി. ഇപ്പോൾ മകൻ്റെ തല്ലും നാട്ടുകാരുടെ തല്ലും കൊണ്ട് പുതുപ്പള്ളിയിലെല്ലാം ഇങ്ങനെ അലഞ്ഞു തിരിയുന്നുണ്ട്. ഒരു തരത്തിലും അയാളെ രക്ഷപ്പെടുത്താനായിട്ട് ആർക്കും കഴിയാത്ത ഒരവസ്ഥയിൽ ഇപ്പോഴും അലഞ്ഞു തിരിയുന്നു, ഗദരദേശത്തെ ഭൂതാവിഷ്ടനെ പോലെ. വിജയത്തിൻ്റെ കഥയല്ലല്ലോ ഈ പറഞ്ഞതല്ലേ? രണ്ടാമത്തെ സംഭവം പറയട്ടെ. പുതുപ്പള്ളിയിലുള്ള ഒരു കുടുംബത്തിൽ നിന്ന് 5 സ്ത്രീകൾ, 2 അമ്മമാർ, 2 പെൺകുട്ടികൾ, ഒരു ഭാര്യ, 5 സ്ത്രീകൾ അർദ്ധരാത്രിയിൽ 12:30 മണിയായപ്പോൾ ഇറങ്ങി കൊടൂരാറ്റിൻ്റെ തീരത്തേക്ക് നടക്കുന്നു. അയൽക്കാരൻ ചോദിച്ചു, എവിടെ പോവുക? ആർക്കും ഒന്നും പറയാനില്ല. നിർബന്ധിച്ചപ്പോൾ പറഞ്ഞു, കുടിച്ചു വന്ന എൻ്റെ ഭർത്താവ് ഞങ്ങളെ 5 പേരെയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഥകടച്ചു. അതുകൊണ്ട് ആത്മഹത്യക്ക് വേണ്ടി ഇറങ്ങി പോവുകയാണ്. മുമ്പ് പറഞ്ഞ മെഡിക്കൽ സ്റ്റോറിൻ്റെ മുതലാളിയായി അവിടാണിത് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, നമുക്ക് രാവിലെ പരിഹാരം ഉണ്ടാക്കാം, ഞാൻ രാവിലെ നിങ്ങളുടെ വീട്ടിലെത്താമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹവും ഞാനുമായി രാവിലെ വീട്ടിലെത്തി. ഇന്ന്
10 വർഷത്തിന് ശേഷം അദ്ദേഹം വലിയൊരു കോൺട്രാക്ടറായിട്ട് പുതുപ്പള്ളിയിൽ നിൽക്കുന്നു. മദ്യമുക്തി 8 വീടുകൾ നിർമ്മിച്ച് നൽകി. അതിൽ 3 വീടുകൾ ആ കോൺട്രാക്ടറാണ് 3 പേർക്കായി നൽകിയത്. മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ അദ്ദേഹത്തിൻ്റെ ചിത്രവും വീടിൻ്റെ ചിത്രവും, അവസാനം കൊടുത്ത വീടിൻ്റെ ഉടമ ആർക്ക് കൊടുത്തുവോ അവരുടെ ചിത്രവും അതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത് രണ്ടാമത്തെ വിജയത്തിൻ്റെ കഥയാണ്. 10 വർഷമായി ഈ പ്രവർത്തനങ്ങളിലൂടെ നേടിയ ഒരാളിൻ്റെ കഥയാണ്. ഇത്തരത്തിൽ 800ഓളം കുടുംബങ്ങൾ ഇന്ന് സന്തോഷത്തിൽ ആറാടുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ 22 സ്ഥലങ്ങളിൽ കൂട്ടങ്ങൾ നടക്കുന്നു. 22 സ്ഥലങ്ങളിൽ 7 ദിവസം 4ഉം 5ഉം കൂട്ടങ്ങൾ നടക്കുന്നു. ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്. വ്യാഴാഴ്ച ഇന്ന് കോട്ടയത്ത് ഓർത്തഡോക്സ് സെൻറ്ററിൽ ഒരു കൂട്ടം നടക്കുന്നു. പാമ്പാടി ദേറായിലൊരു കൂട്ടം നടക്കുന്നു. അതുപോലെ തന്നെ ഞാലിയാകുഴിയിൽ ഓർത്തഡോക്സ് ചർച്ചിലൊരു കൂട്ടം നടക്കുന്നു. അതുപോലെ തന്നെ മാമ്പുഴക്കരി എന്ന് പറയുന്ന സ്ഥലത്ത് AC റോഡിലെ മാമ്പുഴക്കരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊരു കൂട്ടം നടക്കുന്നു. ഇത് കൂടാതെ ഇന്ന് പുതുതായി കഞ്ഞിക്കുഴിക്ക് അടുത്തുള്ള ഒരു അമ്പലത്തിലെ ഹോളിലും ഇന്ന് ഒരു കൂട്ടമായി ആരംഭിക്കുകയാണ്. ഈ 5 കൂട്ടങ്ങൾക്കൊപ്പം തന്നെ 6ാമതൊരു കൂട്ടം എല്ലാ ദിവസവും നടക്കുന്നുണ്ട്. സൂം പ്ലാറ്റ്ഫോമിൽ മദ്യമുക്തിയുടെ ഒരു കൂട്ടം 6:30 മുതൽ 8 വരെയുള്ള സമയത്ത് എൻ്റെ ഭാര്യയും നിങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുമായ ആലീസാണ് അതിന് നേതൃത്വം നൽകുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ കൂട്ടായ്മകളിലൂടെ അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോവുകയാണ്. പക്ഷേ മനസ്സിൽ ചില വേദനകൾ അവശേഷിപ്പിക്കുന്നു. ആ വേദനകളിൽ ചിലത് പറയട്ടെ. 10 വർഷം മുമ്പ് ഈ കൂട്ടം ആരംഭിക്കുമ്പോൾ ഈ റോഡിലേക്ക് വാരി ചുംബിച്ച് ഒരമ്മ ഒരു പെൺകുട്ടിയെ എഞ്ചിനീയറിങ്ങിന് പഠിക്കാനായിട്ട് അയച്ചു. പിറ്റേ വർഷം ആ മകൾ വീട്ടിൽ നിന്ന് കേൾക്കുന്ന വാർത്ത, ഫ്രൂട്ടിയിൽ ഫുർഡാനിട്ട് അമ്മ കഴിച്ചു, മെഡിക്കൽ കോളേജിലാണ് എന്നാണ്. മെഡിക്കൽ കോളേജിലെ ചികിത്സ 10 മാസത്തോളം എടുത്തു. താളുപോലെ അമ്മ കിടന്നു, മരിച്ചു, കൊണ്ടുവന്ന് അടക്കം ചെയ്തു. അതവളുടെ 2ാം വർഷമായിരുന്നു. അപ്പനെ എൻ്റെ കൈവശം കിട്ടി. അപ്പനെ ഒരു മാറ്റമൊക്കെ ഉണ്ടായി. 1 വർഷം പൂർത്തിയായപ്പോൾ ഞാൻ ആ വീട്ടിൽ ഒരു കൂട്ടം വെച്ചു, ഒരു കൂട്ടായ്മ വെച്ചു. അവിടെ വന്ന മദ്യമുക്തരെല്ലാം സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആ പെൺകുട്ടിയെ വിളിച്ചു. അവളുടെ പേരൊന്നും ഞാൻ മറച്ചു വയ്ക്കുന്നില്ല, ശിശിര എന്നാണ്. ശിശിര മോളെ, നീ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് വന്നിരിക്കുകയല്ലേ, നിന്റെ വീട്ടിൽ നടക്കുന്ന കൂട്ടായ്മയല്ലേ, എന്തെങ്കിലും നീ ഒന്ന് പറയണ്ടേ? ശിശിര മോൾ എഴുന്നേറ്റ് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ പുതുപ്പള്ളിക്കാരനല്ല, എന്നിട്ടും അവൾ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്തേ സാറേ നേരത്തെ വരാഞ്ഞത്? എന്തേ സാറേ നേരത്തെ വരാഞ്ഞത്? ഞാൻ ആ പെൺകുട്ടിയെ നേരത്തെ കണ്ടിട്ടില്ല, അവളെ എനിക്ക് അറിഞ്ഞുകൂടാ. അവൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയപ്പോൾ ഞാൻ കണ്ടതല്ല. അവളുടെ അമ്മ അവളെ എല്ലാ പ്രതീക്ഷകളോടും കൂടിയാണ് അയച്ചത്. പക്ഷേ അവൾ കോഴ്സ് കഴിഞ്ഞ് വന്നപ്പോൾ അമ്മയില്ല. അതുകൊണ്ട് അവൾ ചോദിക്കുകയാണ്, എന്തേ സാറേ നേരത്തെ വരാഞ്ഞത് എന്ന്. ഇവിടെയാണ് എൻ്റെ ചങ്കിൽ തറച്ച ആദ്യത്തെ ഇടിവാൾ. അവിടെയാണ് എന്തേ നേരത്തെ വരാഞ്ഞത്. അയലത്തെ വീട്ടിൽ ഇങ്ങനെ ഒരു അപശബ്ദം ഉണ്ടായാൽ നാം ഒന്ന് കയറി ചെല്ലുമോ? അവിടുത്തെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കുകയാണോ എന്നൊന്ന് അന്വേഷിക്കുമോ? അവിടെ അക്രമാസക്തനായി മാരകായുധങ്ങളുമായി അടുക്കളയിലെ മാരകായുധങ്ങളുമായി നിൽക്കുന്ന ആ ഭർത്താവിനോടൊന്ന് ഇടപെടാനായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ശ്രമിക്കേണ്ടതല്ലേ? അവിടെയാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ പ്രവർത്തനത്തിന്റെ ഒരു വെല്ലുവിളി ഈ ശിശിരമോളിൽ നിന്നാണ്. ഇതിന് പുറകോട്ട് പോയിക്കൂടാ, ബാക്കി എല്ലാം വട്ടത്ത് വെച്ച് ഇതിനിറങ്ങുകയാണ് എന്നൊരു തീരുമാനമെടുത്തത് അവിടെ വെച്ചാണ്. ആ തീരുമാനത്തിൽ ഇന്ന് മുന്നോട്ട് പോകുന്നു. മുള്ളുകളേ ഉള്ളൂ, മുൾക്കിരീടങ്ങളേ ഉള്ളൂ. സന്തോഷത്തിൻ്റെ വർത്തമാനങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഏറെ ഉണ്ട്. 800 കുടുംബങ്ങൾ സന്തോഷിച്ച് നിൽക്കുന്നത് സന്തോഷമല്ലേ? എന്നാൽ വേറെ വേദനിക്കുന്ന കാര്യമുണ്ട്. അവസാനത്തെ വേദന പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരാൾ 1.5 വർഷമായി ഈ കൂട്ടത്തിൽ നിൽക്കുന്നു. 1.5 വർഷത്തിന് ശേഷം അയാൾ കഴിഞ്ഞ 14-ാം തീയതി, ജൂലൈ മാസം 14-ാം തീയതി അയാൾ ജോലിക്ക് പോയതാണ്. ഡെൻ്റൽ ഡോക്ടർമാരുടെ ആവശ്യമായ എക്യുപ്മെൻറ്റ്സ് നന്നാക്കി കൊടുക്കുന്ന ജോലിയാണ് ആ കുടിയിൽ നിന്ന് വിരമിച്ച് നിൽക്കുന്ന
തൊഴിലാളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്തും കായംകുളത്തും ഒക്കെ പോയാണ് ജോലി ചെയ്യുന്നത്. കായംകുളത്താണ് ജോലിക്ക് പോയത്. അയാളെ 4-5 ദിവസത്തേക്ക് കാണാനില്ല. എവിടെ പോയി എന്ന് ആർക്കും അറിയാൻ പാടില്ല. ഞാനും ഞങ്ങളുടെ കൂട്ടരും എല്ലാം അന്വേഷിച്ചു, കണ്ടുകെത്തിയില്ല. അപ്പം 8 ദിവസങ്ങൾക്ക് ശേഷം അയാൾ പ്രത്യക്ഷനായി. ഒരു ബോധവുമില്ല, കുടിയുടെ ബോധക്കേടല്ല, ഓർമ്മയൊന്നുമില്ല. ക്ലീൻ സ്ലേറ്റ് ആയുള്ള മനസ്സുമായി വന്നു. എവിടെ പോയി അറിയില്ല. എവിടെ ബൈക്ക് 80,000 രൂപയുടെ ഒരു മൊബൈൽ ഉണ്ടായിരുന്നു, എവിടെ? 2.5 ലക്ഷം രൂപയുടെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, എവിടെ? അറിയില്ല. എവിടെയായിരുന്നു ഇത്രയും ദിവസം? എന്താ കഴിച്ചത്? ആരാണ് കൂടെ ഉണ്ടായിരുന്നത്? ഒന്നും അറിയില്ല. ഒന്നും. ഇപ്പോഴും അയാൾ അങ്ങനെ തന്നെ ജീവിക്കുന്നു. ചില ഡോക്ടർമാരുടെ അടുത്തൊക്കെ അയാളെ കൊണ്ടെത്തിക്കാനായിട്ട് ഞാൻ പാടുപെടുമ്പോൾ, ഞങ്ങളുടെ കൂട്ടം ശ്രമിക്കുമ്പോൾ അയാളുടെ ഏക സഹോദരി പറയുന്നു, അടുത്തു പോകരുത്, ഇങ്ങോട്ട് വരരുത്, നിങ്ങൾ വരരുത്. എന്തെന്നാൽ അയാൾ അവിവാഹിതനാണ്. അവിവാഹിതനായ സഹോദരന് ഏറെ സ്വത്തുണ്ട്. അതിൽ അവൾക്ക് മോഹം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഇടപെടരുത് എന്ന് പറയുന്നതിന് അർത്ഥം എന്താണ്? 1.5 വർഷമായി നിന്നിട്ടും ഈ സഹോദരി ബന്ധപ്പെട്ടിട്ടില്ല ഞങ്ങളോട്. ഇപ്പോഴും അയാൾ ബന്ധപ്പെടുന്നില്ല. അവൾ അങ്ങനെ ഞങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. വേദനയോടുകൂടെ മാത്രമേ എൻ്റെ സതീഷിനെ എനിക്ക് ഓർക്കാനായിട്ട് കഴിയുന്നുള്ളൂ. അവൻ ഇപ്പോഴും ആ അവസ്ഥയിലാണ്. അല്പം പോലും മാറ്റം ഓർമ്മയ്ക്ക് തിരിച്ചു കിട്ടിയിട്ടില്ല. എന്താണ് MDMA ആണോ, അതിനേക്കാൾ സീരിയസ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചതെന്ന് പോലും അറിയാൻ പാടില്ല. ഒരു സൈക്യാട്രിസ്റ്റിനെ ഞാൻ നിർബന്ധമായി ഈ പെണ്ണുകളെ അറിയിക്കുന്നതിന് മുമ്പ് ഞാൻ കൊണ്ടുവന്ന് കാണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറേ എനിക്ക് ആദ്യം ഇത് കൈവെക്കാനൊക്കില്ല, സാറ് ഒരു 2-3 തരം സ്കാനുകൾ എടുക്കണം, അതിനുശേഷം ന്യൂറോയെ കാണിക്കണം, ന്യൂറോയെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യാം, അതുകൊണ്ട് സാറിനെ ഉപദ്രവിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പെങ്ങളെ ബന്ധപ്പെട്ടപ്പോഴാണ് പെങ്ങൾ ഇത് പറയുന്നത്. പോകട്ടെ, ഈ നേരമില്ലാത്തത് കൊണ്ട് ഞാൻ സംസാരിച്ച് നീട്ടുന്നില്ല. നമ്മുടെ ചുറ്റുവട്ടത്ത് നിലവിളിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. എൻ്റെ കുടുംബത്തിൽ 4 തലമുറ, എനിക്ക് മുമ്പുള്ള 2 തലമുറ, എൻ്റെ തലമുറ, എനിക്ക് ശേഷമുള്ള തലമുറ, ഇതെല്ലാം ഞാൻ കണ്ട മേജർ തലമുറകളാണ്. അതിലൊരാളും കുടിയില്ല. പക്ഷേ കുടിയുടെ ആഘാതത്തെ പറ്റിയുള്ള നല്ല ബോധ്യം എനിക്കുണ്ട്. എൻ്റെ കൂട്ടുകാർ, എൻ്റെ ബന്ധുക്കൾ, എൻ്റെ സ്നേഹിതരായ ആളുകൾ, ഇവരുടെ കുടിയുടെ ആഘാതം ഞാൻ വല്ലാതെ അനുഭവിച്ച ആളാണ്. അതുകൊണ്ട് ഞെരുങ്ങുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ പ്രവർത്തനത്തിലൂടെ തന്നെ മുന്നോട്ട് പോകാനുള്ള വെല്ലുവിളികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. 7-8 ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുത്തു. ആർക്കും കുടിയിൽ നിന്ന് മോചിതരായവർക്കല്ല വെച്ചു കൊടുത്തത്. അനാഥർക്കും വിധവയ്ക്കും കുഞ്ഞുങ്ങൾ അച്ഛനും അമ്മയും ഇല്ലാത്തവർക്കും ഒക്കെയാണ് വെച്ചു കൊടുത്തത്. ഞാൻ ഉദ്ദേശിക്കുന്നത് കുടിക്കാതെ നിർത്താനല്ല, ഇവരെ കുടിക്കരുത്, ഇവരെ ലഹരി ഉപയോഗിക്കരുത് എന്നല്ല എൻ്റെ താല്പര്യം. മറിച്ച് ഇവരെ സോഷ്യലൈസ് ചെയ്തെടുത്താൽ ഇവർ മുത്തുകളാണ്. ഞാൻ ഇവരെയും കൊണ്ട് കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം പോയെടുത്ത് ഞാൻ പറഞ്ഞു, ഞാൻ ചില മുത്തുകളെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളൊന്ന് നോക്കിക്കേ, ഇതിൻ്റെ മാറ്റ് നിങ്ങളൊന്ന് കണ്ടിട്ട് വിലയുണ്ടേ എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ അതിനെ ഒന്ന് സ്വീകരിച്ചേ. അവരെ സ്വീകരിക്കണ്ട. ഇതുപോലെ ഒരുപാട് ചെളിയിൽ മുങ്ങി നമ്മുടെ ചുറ്റുവട്ടത്ത് കിടപ്പില്ലേ, എന്തേ അവരെ ഒന്ന് നോക്കാൻ നിങ്ങൾ കണ്ണു തുറക്കാത്തത് എന്ന് പറഞ്ഞാണ് കൊണ്ടുപോയി അവതരിപ്പിക്കുന്നത്. നിശ്ചയമായിട്ടും ഇങ്ങനെയുള്ള ആളുകളുണ്ടെങ്കിൽ ഒന്ന് ഇടപെടണേ എന്ന് കാൽ പിടിച്ച് വന്നിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. നിങ്ങൾക്ക് ഇടപെടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ അറിയാമല്ലോ, ഒന്ന് വിളിക്കണേ, ഒന്ന് വിളിച്ചിടപെടുത്തണേ. ഇടപെടുത്തിയാൽ ആരെങ്കിലും തക്കതായ ഒരാളുണ്ടെങ്കിൽ നമുക്ക് ഈ കൂട്ടത്തിലെത്തിക്കാം. ഈ കൂട്ടത്തിൽ വന്ന് 3 പ്രാവശ്യം വീണുപോയ ഒരാൾ, ഇന്നലെ അയാളുടെ അമ്മ ടീച്ചറാണ്, കാരാപ്പുഴ സ്കൂളിലെ ടീച്ചറാണ് അമ്മ. ആ ആൾ ഇന്നലെ കൂത്താട്ടുകുളത്ത് സന്തുല എന്ന് പറയുന്ന ഒരു ഡി അഡിക്ഷൻ സെൻ്റർ ഉണ്ട്, സന്തുലായിൽ കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് ആ ടീച്ചർ എന്നെ വിളിച്ച് പറഞ്ഞു, സാറേ 90 ദിവസം കിടക്കണമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു, ടീച്ചർ അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യേ, 90 കിടക്കട്ടെ, ചെയ്യേണ്ടത് ഞങ്ങളും ചെയ്യാമല്ലോ, ധൈര്യമായിട്ട് നിൽക്കേ. 90 ദിവസം കിടന്നാൽ ഇവൻ നോർമലാവില്ല എന്നാണ് അവിടുത്തെ സൈക്യാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും പറയുന്നത്. ഞാൻ എന്ത് വേണം, തിരിച്ചു കൊണ്ടുപോരട്ടോ എന്നാണ് ടീച്ചർ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങളൊരമ്മയല്ലേ, അവിടെ അഡ്മിറ്റ് ചെയ്യേ, വേണ്ട കാര്യങ്ങൾ നമുക്ക് പുറകെ ചെയ്യാം എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ച് അവരെ തിരിച്ചു പോന്നു. ഇപ്പോൾ സന്തുലായിൽ അദ്ദേഹം കിടക്കുന്നു. 100 പ്രശ്നങ്ങളാണ് മുമ്പിൽ, വേദനിക്കുന്ന പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിലൂടെ മുമ്പോട്ട് പോകുന്നു.
നിങ്ങളുടെ വലിയ പ്രാർത്ഥനയും സഹകരണവും സ്നേഹവും ഉണ്ടാകണമേ എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് എൻ്റെ ഭാര്യയ്ക്കും എനിക്കും തന്ന ഈ ആദരവ് ഞാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും നിങ്ങൾ തന്ന തുറന്ന മനസ്സ്, നിങ്ങൾ കാണിച്ച തുറന്ന മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ പ്രിയപ്പെട്ട ഗുരു സഹപ്രവർത്തകരെ, ഈ രാമ യൂണിയൻ ക്ലബിൻ്റെ ഭാരവാഹികളെ, ഇന്ന് അധ്യാപകരുടെ ബഹുമതി ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട മാമച്ചനും ആലീസനും യോഗം നിയന്ത്രിക്കുന്ന സൂസൻ ടീച്ചറിനും പ്രത്യേകമായ സ്നേഹവന്ദനം അർപ്പിക്കുകയാണ്. മാമച്ചൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്ന നമ്മളൊക്കെ, നല്ല പെൻഷൻ വാങ്ങി ജീവിക്കുന്നതൊക്കെ, നമ്മുടെയൊക്കെ മനസ്സിലൊക്കെ ചില ചോദ്യങ്ങൾ അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. How do we respond to the problems of the society? സമൂഹത്തിന് നേരിടുന്ന പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ഇടപെടാനായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മളെ പ്രേരിപ്പിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ സുഖദുഷമിതി കഴിയാനാണോ അതോ സമൂഹത്തിന് നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനും പ്രവർത്തിക്കുവാനുള്ള അവസരമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മുടെ ഹൃദയങ്ങളിൽ പതിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യും. പുതുപ്പള്ളിയെ സംബന്ധിച്ച് നമുക്കറിയാം, പണ്ട് മുതലേ മദ്യപാൻ ധാരാളമുള്ള സ്ഥലമായിട്ടാണ് കേട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് അദ്ദേഹം പറയുന്ന ഓർത്തഡോക്സുകാരുടെ പല സെൻ്ററുകളിലാണ് മദ്യപാന വിമുക്തി പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുന്നത് പറയുകയുണ്ടായി. തീർച്ചയായും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും ഈ മദ്യപാനത്തിൻ്റെ അടിമകളായിട്ടുണ്ട്. അവരെ വിമുക്തരാക്കുവാൻ നടത്തുന്ന സേവനങ്ങൾക്കും മറ്റെല്ലാ പ്രവർത്തനങ്ങൾക്കും മാമച്ചൻ്റെ ആലീസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവരുടെയും പേരിൽ വ്യക്തിപരമായ പേരിൽ എല്ലാ ആശംസകൾ അർപ്പിക്കുകയാണ്. ഈ അവസരത്തിൽ എനിക്ക് ബഹുമതി നൽകിയ നിങ്ങളോടെല്ലാവരോടുള്ള എൻ്റെ സ്നേഹവും കടപ്പാടും അറിയിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഈശോ മോഹൻ്റെയും ഓമനയുടെയും 50ാമത് വിവാഹ വാർഷികം ആഘോഷിക്കുവാൻ. ചിലർക്ക് പറയാറുണ്ട് വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞാൽ അടിമത്തത്തിലേക്കുള്ള പ്രവേശനമാണ്. അല്ല, ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിലേക്കുള്ള ഒരു പ്രവേശനമാണ്. നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഈ സുദീർഘമായ നമ്മുടെ ദാമ്പത്യ ജീവിതം നമ്മുടെ കുടുംബത്തിൻ്റെയും വ്യക്തിപരമായ ജീവിതത്തിലൊക്കെ വളരെ സന്തോഷം പകരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഈശോ മോഹൻ സാറിനോട് പ്രത്യേക ഒരു കടപ്പാടുണ്ട്. എൻ്റെ വിവാഹാലോചന ആലോചിച്ചപ്പോൾ അത് റെഫർ ചെയ്ത് ഈശോ മോഹൻ സാറിനോട് അദ്ദേഹം ഒന്ന് പറഞ്ഞു, 25 വർഷത്തെ ഗ്യാരണ്ടി ജോർജ് സാറിനാണ് ഞാൻ നൽകുന്നത്. 25 വർഷം കഴിഞ്ഞു. ഏതായാലും അദ്ദേഹത്തോടൊപ്പം ഒരു വർഷം കൂടെ കഴിയുമ്പോൾ സുവർണ്ണ ജൂബിലി ആഘോഷിക്കുവാനുള്ള അവസരം ലഭിക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. വന്നിരിക്കുന്ന എല്ലാവരോടുള്ള സ്നേഹവും ബഹുമാനവും അർപ്പിക്കുന്നു. റിട്ടയർഡ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഒരു എളിയ പ്രവർത്തനം എന്ന നിലയിൽ നമ്മുടെ CMS കോളേജിലെ 40 അംഗങ്ങൾ RCTയുടെ അംഗങ്ങളായിട്ടുണ്ട്. തീർച്ചയായും അധ്യാപകരുടെ ചില പ്രശ്നങ്ങളിലൊക്കെ പ്രവർത്തിക്കുവാനായിട്ട് അവസരം ലഭിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. അതുപോലെ നാടിൻ്റെ ചില പ്രശ്നങ്ങളിലൊക്കെ ചെറിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട്. ഈ അവസരത്തിൽ എല്ലാ ആദരവുകളും എനിക്ക് നൽകിയ നിങ്ങളോടെല്ലാവരോടുള്ള കടപ്പാടും സ്നേഹവും അറിയിച്ചുകൊണ്ട് എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഭാഗത്തിലേക്ക് എത്തി നമ്മുടെ ഷാജു സാറ് വോട്ട് താങ്ക്സ് പറയുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈശോമോഹൻ സാറിൻ്റെ വേറൊരു പ്രൈവറ്റ് ഫംഗ്ഷൻ നമ്മളെല്ലാവരും ക്ഷണിതാക്കളാണ്. പിന്നെ ഒരു കാര്യവും കൂടെ ഓർപ്പിക്കട്ടെ, നമ്മൾക്ക് ഒരു പ്രത്യേകതരം സബ്സ്ക്രിപ്ഷനൊന്നും ഇല്ല ഫെലോഷിപ്പ് ഓഫ് റിട്ടയർഡ് ടീച്ചേഴ്സ്. പക്ഷേ ഓരോ മീറ്റിങ്ങിനും നമ്മൾ അല്പസ്വല്പം പണമൊക്കെ കളക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മുടെ മെമ്പേഴ്സ് എല്ലാം ₹200 വെച്ച് ഷാജു സാറിനെ ഏൽപ്പിക്കണം പോകുന്നതിന് മുമ്പേ. ആ ഒരു കാര്യം ഒന്ന് പറയാനുണ്ട്. പിന്നെ ഇപ്പോൾ വോട്ട് താങ്ക്സ് ഒറ്റ വാക്കിൽ സാർ പറയുന്നതായിരിക്കും. ഔദ്യോഗികമായിട്ടുള്ള ഒരു ചടങ്ങെന്ന പേരിലാണ് ഞാൻ പറയുന്നത്. ഈ ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ പ്രിയ അധ്യാപകരും സഹപ്രവർത്തകരുമായിട്ടുള്ള ഈ കോളേജിൻ്റെ CMS കോളേജിൻ്റെ 41 വർഷത്തോളം ഇതിൻ്റെ ഭാഗമായി തീരുവാൻ എനിക്ക് സാധിച്ചു. അത് വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. ഇന്നിപ്പം
കൃതജ്ഞത പറയേണ്ടത് പ്രത്യേകിച്ച് ഈശോ മോഹൻ സാറിനോടാണ്. ഈശോ മോഹൻ സാറാണ് ഇത്രയും പേരെ ഇവിടെ വിളിച്ചു വരുത്തി ഈ ഫംഗ്ഷൻ ഒരു ഗംഭീര വിജയമാക്കി തന്നത്. അതിന് ഈശോ മോഹൻ സാറിനോടും ഓമന കൊച്ചമ്മയോടുമുള്ള പ്രത്യേക നന്ദി പറയുന്നു. അതിൽ സഹകരിച്ച നമ്മുടെ അധ്യാപകർ, എല്ലാ റിട്ടയർഡ് അധ്യാപകരും സുഹൃത്തുക്കളുമുണ്ട്. അതിൽ നമ്മളെ വിട്ടുപോയ ചില അധ്യാപകരുടെ സഹധർമ്മിണികളും വന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും വേണ്ടി ഒരു കൃതജ്ഞത പറയുന്നു. കൂടുതലായിട്ട് പറയുന്നില്ല. വന്നുകൂടിയ എല്ലാവരെയും ഈ യോഗത്തിൻ്റെ പേരിൽ, ഇവിടെ ഈശോ മോഹൻ സാറിൻ്റെ പേരിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വാക്ക് പ്രൈവറ്റ് സമ്മേളനമാണ്. നിങ്ങളെല്ലാം വെൽക്കം ചെയ്യുന്നു. ഞാൻ എൻ്റെ ഒരു പുസ്തകം ഭാഗ്യവശാൽ ഇന്ന് പ്രകാശനം ചെയ്യാനായിട്ട് ഇവരുടെ സഹായത്താൽ സാധിച്ചിട്ടുണ്ട്. അത് ഇത് നിർവഹിക്കാനായിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി പറയാനായിട്ട് ഇവരെയൊക്കെ സഹോദരങ്ങളെ, പ്രിയപ്പെട്ട മോഹനും ഓമനയും ഇങ്ങനെ ഒരു ചടങ്ങ് ഇവിടെ ക്രമീകരിക്കുന്നു എന്ന് ഓർത്തപ്പോൾ അദ്ദേഹം രചിച്ചതായ ഒരു പുസ്തകം അതിൻ്റെ നിർമ്മാണ ഘട്ടത്തിലായി. പെട്ടെന്ന് തന്നെ മനസ്സിൽ വന്നു, ഇന്ന് ഈ പുസ്തകം റിലീസ് ചെയ്താൽ നല്ലതായിരിക്കുമല്ലോ എന്ന്. അതിന് ഈ പബ്ലിഷർ സൈജുവിനെ നിർബന്ധിച്ചു. സൈജു പ്രവർത്തനങ്ങളെല്ലാം ഊർജിതപ്പെടുത്തി. ബഹുമാനപ്പെട്ട വാരിയർ സാറ് നമ്മുടെ MG യൂണിവേഴ്സിറ്റിയുടെ പ്രിൻറ്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് ഡയറക്ടറായിരുന്നു. അതിനെക്കാട്ടിലൊക്കെ ഉപരിയായി ഈ രണ്ട് വ്യക്തികളും CMS കോളേജിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട ഡോക്ടർ വാരിയർ പുസ്തകം റിലീസ് ചെയ്യുന്നതാണ്. പുസ്തകം സ്വീകരിക്കുന്നത് രാമവർമ്മ യൂണിയൻ ക്ലബിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന മനോജാണ്. മനോജും CMS കോളേജിൻ്റെ ഓൾഡ് സ്റ്റുഡൻ്റ് ആണ് എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അപ്പോൾ ഈ 3 പൂർവ്വ വിദ്യാർത്ഥികളുടെ സാന്നിധ്യത്തിൽ ഈശോ മോഹൻ സാറിൻ്റെ 2ാമത്തെ പുസ്തകം ഇന്ന് റിലീസ് ചെയ്യുന്നു. ആ നടപടിക്രമങ്ങളിലേക്ക് ബഹുമാനപ്പെട്ട വാരിയർ സാറിനെ ഞാൻ ക്ഷണിക്കുന്നു. പ്രത്യേകിച്ച് എൻ്റെ പബ്ലിഷേഴ്സ്, എൻ്റെ എഡിറ്ററായിരുന്ന വാര്യർ സാറ്, എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിക്കുന്നു. പ്രത്യേകിച്ച് മനോജന്, അദ്ദേഹത്തിൻ്റെ ഈ ക്ലബിൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇവിടെ തന്ന സൗകര്യങ്ങൾക്ക്, എനിക്ക് ഉപയോഗിക്കാൻ തന്ന എല്ലാ സൗകര്യങ്ങൾക്കും നന്ദി പറയുന്നു. സ്റ്റാഫിന് വേണ്ടി നന്ദി പറയുന്നു. ഇവിടെ വെജിറ്റേറിയൻ ഭക്ഷണം പ്രത്യേകമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വെജിറ്റേറിയൻ ഉള്ളവർ ഏത് കൗണ്ടറിലാണ്? ആ കൗണ്ടറിൽ അത് വായിക്കാവുന്നതാണ്. शुभ आशीष मांगे, जागे
താങ്ക് യു.